الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. കസാല വെച്ചിട്ട് ഇങ്ങോട്ടിരുന്നു. ഒറ്റപ്പെട്ടിരുന്നാൽ മജ്‌ലിസിൻ്റെ കൂലി കിട്ടൂല. അതുകൊണ്ട് അതാ നോക്കാം. ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون. പറഞ്ഞ വിഷയം ജൂതനസാറാക്കളായ അഹ്ലു കിതാബിനെ അല്ലാതെ എന്താക്കി കുറ്റപ്പെടുത്തി. അപ്പം കുറ്റപ്പെടുത്തൽ അടങ്ങനെയല്ല, അതിൽ കുറ്റപ്പെടുത്താൻ അർഹതപ്പെട്ടവർ മാത്രമേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. അടങ്ങനെ കുറ്റപ്പെടുത്തലല്ല. അത് നല്ല ആളുകളും ഉണ്ടെന്നാ പറഞ്ഞു വരുന്നത്. ലൈസു സവാ, അവര് തുല്യരല്ല. ഇത് ഈ അപരാധങ്ങളിൽ തൗറാത്ത് മാറ്റിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും ഉറപ്പിച്ച് പറഞ്ഞല്ലോ. പിന്നെ മുനാഫിക്കങ്ങളായി മുഅ്മിനീങ്ങളായി വരുന്നവരെ അവർ എന്താക്കും, പിന്തിരിപ്പിച്ചു. ഇത് അടങ്ങനെയല്ല കുറ്റപ്പെടുത്തുന്ന ചില ആളുകൾ, നല്ല കൂട്ടരുണ്ട്. അവർ മദ്ഹം പറയണല്ലോ. ലൈസു സവാ, അവര് തുല്യരല്ല. ലൈസു എന്ന് പറഞ്ഞാൽ ലൈസ അഹ്ലുൽ കിതാബി, അതാ ജമീഅൻ മുസ്തവീന മുതആദിലീന ഫിൽ മസാവി വൽ ഖബാഇഹ്. കുറ്റങ്ങളിലും മോശമായ പ്രവർത്തനങ്ങളും ചെയ്യുന്ന വിഷയത്തിൽ അവരെല്ലാവരും തുല്യരാണ് എന്നല്ല പറയുന്നത്. അവിടെ ഒഴിവാക്കേണ്ട ചില ആളുകളുണ്ട്. അതാ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തും ഖായിമ. അഹ്ലുൽ ഒന്ന് പേജ് പറഞ്ഞോടത്തൊന്ന് മറിച്ചിട്ട് ഇങ്ങനെ വയലേന്ന് രണ്ട് റാത്തീബിൽ എന്നാൽ റാത്തീബ് നെയ്ച്ചോറ് വളമ്പുന്നവരെ പേജ് മറിക്കൽ തന്നെ പണി, ഇങ്ങനെ പരന്തല്. മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ. മിൻ അഹ്ലിൽ കിതാബി അതാണ് ഖബർ മുഖദ്ദമാണ്. ഉമ്മത്തുൻ എന്നവർ മുബ്തദ മുഅഖറാണ്. അപ്പോൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ഉമ്മത്തുണ്ട്. അവരാരാണ്? ഖായിമത്തുൻ എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ ഇബാദത്ത് കൊണ്ടും മറ്റും നിലനിൽക്കുന്ന ആളുകളുണ്ട്. അതാ കലാമുൻ മുസ്തഅനഫുൻ, അത് പുതിയ തുടക്കമാണ്. അപ്പോൾ ലൈസു സവാഇൻ്റെ ആളങ്ങോട്ട് വെക്കാം. ലി ബയാന് അദമിസ്തിവാഇഹിം, കുറ്റകൃത്യങ്ങളിൽ അവർ തുല്യരല്ല എന്ന് വ്യാഖ്യാനിക്കാനുള്ള തുടക്കം. എന്താ? തമാമുൽ കലാമി, കലാമ് പൂർത്തീകരണം വേണമെങ്കിൽ എന്ത് വേണം? ഉമ്മത്തും ഖായിമത്തും എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുവശം കൂടി പറയേണ്ടതായിരുന്നു. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതുകയും ഫാദുരാക്കളെ ശുസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ മറുവശം പറയേണ്ടതായിരുന്നു. ആ മറുവശം നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒറ്റ വശം പറഞ്ഞാൽ തിരിയും. അതാണ് എന്ത് വരേണ്ടത്? യഖ്തദി അൻ യുഖാല വമിൻഹും ഉമ്മത്തും മദ്മൂമ, മോശപ്പെട്ട ഒരു വിഭാഗം അതിലുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇല്ല അന്നഹു അദ്മറ, അത് പറയാതെ മറച്ചു വെച്ചു. എന്തിനാ? ബിനാ അന്ന അലാ അന്ന ദിക്റ അഹദിൽ ലിദ്ദൈനി, പരസ്പര വൈരുദ്ധ്യമായ രണ്ട് കാര്യം പറയുമ്പോൾ ഒന്ന് പറയുമ്പോൾ മറ്റേ കാര്യം തിരിഞ്ഞോളൂ. ഖുർആനിൽ തന്നെയല്ലേ വസറാബീല തഖീകുമുൽ ഹർറ എന്ന് പറഞ്ഞു. ചൂടിനെ തടുക്കുന്ന കുപ്പായുണ്ട് അള്ളാഹ് നിങ്ങൾക്ക് ആക്കി തന്നിട്ട്, അതിന് തണുപ്പത്തും കുപ്പായം വേണ്ടേ? അപ്പൊ ഹർറ എന്ന് പറയുമ്പോൾ ബർദ എന്നവിടെ സങ്കല്പിച്ചാൽ മതി. ഒന്ന് പറയുമ്പോൾ മറ്റേ തിരിഞ്ഞോളൂ. അതുപോലെ യുഗ്നി അനിൽ ആഖർ,
ലിദ്ദായ പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ട് കാര്യത്തിന് ഒന്ന് പറയുമ്പോൾ എന്താക്കും, ഒന്ന് പറഞ്ഞാൽ മറ്റേതിന്റെ മറുവശത്ത് കിട്ടിക്കോളും. ഐ മിൻ അഹ്ലിൽ കിതാബി ജമാഅത്തുൻ മുസ്തഖീമത്തുൻ ആദിലത്തുൻ. അതാ മിൻ അഹ്ലിൽ കിതാബി നേരത്തെ മത്തനിൽ തന്നെ ഖുർആനിൽ തന്നെ ഉണ്ട്. ജമാഅത്തുൻ മുസ്തഖീമത്തുൻ ആദിലത്തുൻ എന്തിൻ്റെ അർത്ഥമാണ്? ഉമ്മത്തുൻ ഖായിമത്തുൻ്റെ അർത്ഥം. അതാരാ? വഹുമുല്ലദീന അസ്ലമൂ മിൻഹും, അവരിൽ നിന്ന് മുസ്ലിമായ വിഭാഗമുണ്ട്. ആരെ കൂട്ടത്തിൽ? മിൻഹും അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ. വഗൈരിഹി, വേറെയുണ്ട്. നസലത്ത്, ഈ ആയത്ത് ഇറങ്ങുമ്പോൾ എപ്പോഴാണ്? ഹീന കാലത്ത് അഹ്ബാറുൽ യഹൂദ്, യഹൂദന്മാരുടെ പണ്ഡിതന്മാർ പറഞ്ഞു. ആരോട്? ഈ അബ്ദുല്ലാഹി ബിൻ സലാമിൻ റളിയല്ലാഹു അൻഹുവിനോടും എന്നോടും പറഞ്ഞ് മിനല്ലദീന അസ്ലമോ മിനൽ യഹൂദ്, യഹൂദികളിൽ നിന്ന് മുസ്ലിമായ കുട്ടരോട്. ആ ഗൈരിഹിന്റെ ബയാനാണ് മിനല്ലദീന അസ്ലമോ മിനൽ യഹൂദ്. അപ്പൊ അല്ലദീന അസ്ലമോന്റെ ബയാനാണ് മിനൽ യഹൂദ്. ഇനി ബയാൻ വരാനില്ല. ഗൈരിഹി, ആ ഗൈറാര്? മിനല്ലദീന അസ്ലമോ, മുസ്ലിമായ കുട്ടർ. എന്തിൽ നിന്ന് മുസ്ലിം? മിനൽ യഹൂദ്. എന്താ പറഞ്ഞത്? മാ ആമന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ശിറാറുനാ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് നന്ന ബുദ്ധികളും മോശക്കാരുമാണ് വിശ്വസിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കുറ്റപ്പെടുത്തൽ കിട്ടിയല്ലോ. അത് അല്ലാഹു തആല എന്താക്കും? ആ കുറ്റപ്പെടുത്തപ്പെട്ട കൂട്ടരെ മദഹ് ചെയ്യാം. അങ്ങനെ മോശപ്പെട്ടാറൊന്നുമല്ല, അവർ നല്ല ഇബാദത്തുകാരാണ്. അപ്പൊ ഫലൗകാനു ഖിയാറന, നമ്മളെ കൂട്ടത്തിൽ അവർ നല്ലവരായിരുന്നുവെങ്കിൽ മാ തറക്കോ ദീന ആബായി, പൂർവ്വ പിതാക്കന്മാരെ ദീൻ ഒഴിവാക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ കുറ്റപ്പെടുത്തേണ്ടവരല്ല, അവർ നല്ലവരാണ് എന്ന് അല്ലാഹു തആല പൊക്കി പറയുന്നു. എന്താ അവർ ചെയ്യുന്ന പണി? എന്താ? യത്ലൂന ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർ പാരായണം ചെയ്യും. അതെവിടെ? അൽ ഖുർആൻ. ഒരു മുസ്ലിമായല്ലോ. ആന അല്ലൈലി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പല സമയങ്ങൾ. ഫീ സാഅതിഹി വഹും യസ്ജുദൂനാണ് ഇപ്പോൾ ഉള്ളത്. അവർ സുജൂദ് ചെയ്യുന്നവരായ ഹാലില്, സുജൂദിലുണ്ടാക്കുവാനതിൽ ഈ വഹും യസ്ജുദൂന ഹാലല്ലേ? യത്ലൂനാന്റെ ഫാഇൽ എന്ന ഹാലാണ്. ഇത് വഹും യസ്ജുദൂന. അപ്പൊ സുജൂദിൽ കടന്നിട്ട് ഖുർആൻ ഓതുന്ന അർത്ഥം കിട്ടുക. സുജൂദിലുണ്ട ഖുർആൻ ഓതു, അത് പാടില്ലല്ലോ. അതിനർത്ഥം എന്താണ്? നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റുക്കനാണ് സുജൂദ്. ആ സുജൂദ് ബഅദ് പറഞ്ഞിട്ട് കുല്ലു മുറാദാക്കുക. അതിനാണ് മജാസ് മുർസൽ എന്ന സാധന പറയുന്നത്. രണ്ട് തരം മജാസ് ഉണ്ട്. ഒന്ന് മജാസ് തശ്ബീഹ്. സെയ്ദ് ഹാത്തമുൽ അസ്മിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ മജാസ് തശ്ബീഹം. എന്നിട്ട് അതാണ് ഹാത്തമ വരുന്നത്. നമ്മുടെ ഹാത്തമിനെ വിളിക്കുന്നൊക്കെ പറയും. അതേ അവസരത്തിൽ മറ്റുള്ളൊരു മജാസ് ഉണ്ട്. എങ്ങനെ? പരിസര മജാസ്. ആ പള്ളിയിലാണെന്ന് വണ്ടി നിർത്തണം, എനിക്കൊന്ന് പള്ളി പോയി മൂത്രിച്ചിട്ട് വെച്ചാണ്, അടി കിട്ടൂല പള്ളി പോയി മൂത്രിച്ചാൽ. അതിനർത്ഥം എന്താ? പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂമിൽ പോയി ചോദിക്കുന്നതിനാണ്. അതിനാ പരിസര മജാസ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഇതുപോലെ കൊല്ല് പറഞ്ഞിട്ട് ജുസു മുറാദാക്കും, ജുസു പറഞ്ഞിട്ട് കൊല്ല് മുറാദാക്കും. അപ്പൊ യസ്ജുദൂനാന്ന് സുജൂദ് പറഞ്ഞിട്ട് നിസ്കാരം ഉദ്ദേശിക്കുന്നു. അതാ അൽ ജംലത്തു ഹാലുൻ. ഇത് വഹം യസ്ജുദൂന എന്ന് പറഞ്ഞ ആ ജുംല ഉണ്ടല്ലോ, അത് ഹാലാണ്. എന്തിൽ നിന്ന്? സാഹിബാലാര യത്ലൂനാന്റെ ഫാഇലിൽ നിന്ന്. അവർ ഓതും ഖുർആനിനെ എപ്പോഴും സുജൂദിന്റെ ഹാലത്തിന്. അപ്പൊ സുജൂദിന്റെ അപ്പൊ മജാസാക്കാൻ എന്താ കാരണം? സുജൂദിന്റെ ഹാലത്തിൽ ഓത്തില്ലാണ്ട് നിൽക്കുമ്പോൾ ഓത എവിടത്തേക്ക് ചുമത്തണം? നിസ്കാരത്തിലേക്ക് ചുമത്തണം. അതായത് ഖിയാമിലേക്ക് ചുമത്തണം. അതാ ഐ യുസല്ലൂന എന്നതിന്റെ അർത്ഥം വഹും യസ്ജുദൂനല്ലേ. ഇത് ലാ തിലാവത ഫി സുജൂദ്, സുജൂദിൽ ഓതലില്ലല്ലോ. അപ്പൊ ഇത് എന്നുള്ള ആ ഇല്ലത്ത് എന്തിനാണ്? യസ്ജുദൂന, സുജൂദിൽ ഖുർആൻ ഓതുന്നു എന്ന അർത്ഥം വരുമ്പോൾ ഇത് മജാസാക്കണം എന്നുള്ളതിന് തെളിവാണ്. എന്ത്? ലാ തിലാവത ഫി സുജൂദ്, സുജൂദിൽ ഓത്തില്ലല്ലോ. വഖാല അലൈഹിസ്സലാം, ഇനിന്താ സുജൂദിൽ ഓത്തില്ല എന്ന് വെച്ചാലുള്ള ഹദീസാണ് പറയുന്നത്. അലാ ഇന്നി നുഹീതു അൻ നഖറഅ റാകിഅൻ വസാജിദൻ.
റുക്കൂഇലോ സുജൂദിലോ ആയിക്കൊണ്ട് ഓതന്നെ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അവിടെ തസ്ബീഹും മറ്റുള്ള അദ്കാറുകളാണ്. അവിടെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലാൻ പറഞ്ഞ അദ്കാർ ചൊല്ലിയാലേ എന്താവുള്ളൂ, അതാവുള്ളൂ. എല്ലാത്തിനും ശറഈന്റെ നിയമമുണ്ട്. ഇന്ന സന്ദർഭത്തിൽ ഇന്നതാക്കണം, അങ്ങനല്ലേ? ഒരു ടൈം നിശ്ചയിച്ചാൽ ആ ടൈം തന്നെ. ഇന്നാൾ പറഞ്ഞില്ലേ, അറഫയിൽ ആണ്ട് 300 ദിവസം വെച്ചിട്ട് ഒറ്റ ദിവസം ആ കറക്റ്റ് സമയം അറഫയിൽ പോയിട്ടില്ലെങ്കിൽ അജില്ലല്ല, അജുവില്ലേ? അതാ. അപ്പൊ ഏത് നിസ്കാരത്തിലാ ഓതുന്നതെന്നാണ്. വൽ മുറാദു ബി സ്വലാത്തിഹിം, ഇവർ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ മുറാദ് തഹജ്ജുദ്, തഹജ്ജുദ് നമസ്കാരമാണ്. ഒട്ടാക് എന്തായി? തഹജ്ജുദ് നമസ്കാരത്തിൽ രാത്രിയിലെ യാമങ്ങളിൽ എന്താക്കും? അവർ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവര്. അത് മനസ്സിലായ? ഇനി അതുകൊണ്ട് തീർന്നിട്ടില്ല അവരുടെ മഹത്വം. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടും അവർ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പൊ 2 കാര്യമല്ലായിട്ടുള്ളൂ, ഇനി 4 കാര്യം ബാക്കിയില്ലേ? അതിനാണ് എന്താക്കുന്നത്? അലൽ വജ്ഹിൽ ലദീ നതക ബിഹി ശറഉ, ഈ വിശ്വാസകാര്യങ്ങൾ ശറഅ് എന്താണോ പറഞ്ഞതെന്ന് ആ വജ്ഹനുസരിച്ച് വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരി, എല്ലാത്തിലും പെട്ടു. ചിലപ്പോൾ എന്താക്കും? അള്ളാഹിനെയും റസൂലിനെയും മാത്രം പറഞ്ഞിട്ട് മതിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി, അതുപോലെ ആമന്തു ബില്ലാഹി റസൂലി, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, 2 പറഞ്ഞിട്ടാക്കും, ബാക്കിയെല്ലാം കണ്ട് മുറാദാക്കും. എന്താണ്? അള്ളാഹിനെ കൊണ്ട് യൗമുൽ ആഖിർ വിശ്വസിച്ച ബാക്കിയെല്ലാം പെട്ടു. അവർ ചെയ്യുന്ന മറ്റൊരു പണിയാണ് വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, മഅറൂഫായ കാര്യങ്ങളെ കൊണ്ടവർ കൽപ്പിക്കും, ചീത്തയായ കാര്യങ്ങളെ അവർ എന്താക്കും? വിരോധിക്കുകയും ചെയ്യും. അവർ മൂന്നാമത്താണ്. അതെന്താ അങ്ങനെ പറയുന്നത്? ഇവർ നല്ല എന്താണ് മഅറൂഫായ കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്നു. മറ്റേ കൂട്ടം നേരെ അക്സർ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. എന്താണ്? നല്ല കാര്യങ്ങൾ വിരോധിക്കുകയും ചീത്ത കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യും. അവർക്കൊരു കുത്തുകൊടുത്തത്. നമ്മളെ ഈ നല്ലവരായി വർണ്ണിക്കപ്പെടുന്ന ഈ തായിഫത്ത് എന്താണ്? മഅറൂഫായ കാര്യം കൽപ്പിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്നു. അപ്പം മറുവശം എന്തായിരിക്കും? നേരെ അതിനൊരു കുത്ത്, അതിനെ തഅരീൽ എന്ന് പറയുന്നത്. അതാ തഅരീൽ ഒരു സൂചന പറയലാണ്. എന്താ? ബി മുദാഹനതിഹിം, അത് കലാമിൻ്റെ ഓരോ ശൈലികളാണ്. 2 കുട്ടികളുണ്ട്, ഒരുത്തന് വൈകിട്ടേ വരുള്ളൂ. ഇതാ ഇവനെ കണ്ട, നമ്മളെ സൈഡ് നല്ല മോനെ കൃത്യസമയം നേരത്തെ വരും എന്ന് പറയുമ്പോൾ മറ്റോനെ കുത്തൻ, നീ വൈകി വരുന്നു അതിനർത്ഥം. അതാ അഭിമുദാഹനത്തിഹിം, അവർ എന്താക്കും? മുഖം മിനുക്കി പറയൽ, സോപ്പിടല്, പിന്നെ എഹ്തിസാബി കൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് നന്മ ഉപദേശിക്കുന്നതും ചീത്ത വിരോധിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല, അവർ എന്താക്കും? ഒരു സോപ്പിടാൻ വേണ്ടി. അല്ലെങ്കിലോ ബൽ ബി തഅകീസിഹിം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യും. അതാണ് തഅകീസ്. ഫിൽ അംരി ബി ഇളലാലിൻ നാസ്, ജനങ്ങളെ പഠിപ്പിക്കൽ കൊണ്ട് കൽപ്പിക്കുകയും വസദ്ദിഹിം അൻ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിനൊത്തിട്ട് അവർ മറ്റുള്ളവരെ തടയുകയും ചെയ്യും. അപ്പോൾ ഫഇന്നഹു അംറുൻ ബിൽ മുൻകർ, അപ്പോൾ മുൻകർ കൊണ്ട് കൽപ്പിക്കലും നഹിയുൻ അനിൽ മഅറൂഫ് ആയി മാറിയില്ല നേരെ. ഇതിന് എതിരായിക്കൊണ്ടുള്ള തഅരീലാണത്. തഅരീൽ എന്ന് പറഞ്ഞില്ല, അതായത് ഡയറക്റ്റ് കുത്തുവാക്ക് പറയാതെ എന്താക്കും? മറ്റോറെ മദഹ ചെയ്തിട്ട് ഇവരെ കുറ്റം തെളിയിക്കുക. ഇനി മറ്റൊരു ഗുണമാ പറഞ്ഞ വയുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വളരെ ഉത്സാഹമാണ്, ഒന്നിന് പിന്നോക്കമില്ല. അപ്പം എത്ര മദഹ പറഞ്ഞ്? ഉമ്മത്തും ഖായിമത്തുൻ പറഞ്ഞു, യത്ലൂന ആയാത്തില്ലാഹി പറഞ്ഞ്, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും, യുഅ്മിനൂന ബില്ലാഹി പറഞ്ഞ്, പിന്നെ അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകറുണ്ട്. ഇനി 5-മത്തതാണ് ഇത് വയുസാരിഊന ഫിൽ ഖൈറാത്ത്. ഖൈറിൽ മുസാറഅത്ത് എന്ന് പറഞ്ഞാൽ അൽ മുസാറഅത്തു, അതിൻ്റെ യുസാരിഊനയുടെ മസ്ദർ എടുത്ത് ഫിൽ ഖൈരി ഫർത്തുർ റഗബത്തി ഫീഹി, അതിൽ അങ്ങേയറ്റം ആഗ്രഹം വെച്ചിരിക്കുന്നത്, എപ്പോൾ ചാൻസ് കിട്ടുന്നു അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. അയ്യുബാദിറൂന മഅ കമാലിർ റഗബത്തി ഫീ ഫിഅലി അസ്നാഫിൽ ഖൈറാത്ത്, ഖൈറാത്തിൻ്റെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അത് ചെയ്യുന്ന വിഷയത്തിൽ
പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഒരു ചാൻസ് കിട്ടാൻ ചെയ്യണം. എന്നിട്ട് ഇവർ പറയുന്നത് ഈ പറയപ്പെട്ട വിഭാഗം സാലിഹ്യങ്ങളിൽ പെട്ടവരാകുന്നു എന്ന് അള്ളാന്റെ മദ്ഹ് അവിടെ വെച്ചു. അതാ അൽ മൻഊതൂന ബിതിൽക സിഫാത്തിൽ ഫാദില, മേത്തരം സിഫാത്ത് കൊണ്ട് പറയപ്പെട്ട ആളുണ്ടല്ലോ. ഇപ്പൊ അതാ എത്ര 5 കാര്യത്തിൽ എണ്ണിയ അവർക്ക് സാലിഹ്യങ്ങളിൽപ്പെട്ടവരാണ്. എന്നുവെച്ചാലോ ഐ മിൻ ജുംലത്തി മൻ സലഹത്ത് അഹ്വാലുഹും ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ അഹ്വാല് സാലിഹായ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ വസ്തഹഖൂലില്ലാഹു വസനാഹു, അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ മദ്ഹ് പറയലും അവർ അവകാശികളായിട്ടുണ്ട്. ശരിയായില്ലേ? ഇനി പൊതുവേ ഒരു വാക്കാ പറയുന്നത്, എന്ത് ഖൈറ് പ്രവർത്തിച്ചാലും കൂലി തരാം. ഇനം ഖൈർ, ആദ്യം നോക്കേണ്ടത് ഖൈറോ ഷർറോ. ഇത് ഖൈറോ ഷർറോ നോക്കുക എന്നിട്ടോ ഖൈറാന്ന് കണ്ടാൽ ചെയ്യാൻ കൂലി കിട്ടും നമുക്ക്. ഒരു കുല്ലിയായ കായികയാണ്. അപ്പൊ ഖൈറ് ഷർറും നോക്കണം. എന്താണ് നീ നോക്കണം? അതെ. അപ്പൊ എന്ത് വേണ്ട? ഖാസായ ഒരു രീതി ഒരു സംഘം ചെയ്യാൻ വേണ്ടി വേണ്ട ഇല്ലാന്ന്. ഇപ്പൊ ഹദ്ദാദ് ചൊല്ലിയാൽ ഇന്ന് കൂലി കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ന് റാത്തീബ് ചൊല്ലിയ ഇന്ന് കൂലി കിട്ടുന്ന, സുബ്ഹാന മൗലിദ് ഓതിയ കൂലി കിട്ടുന്ന തെളിവുണ്ടോ? ഉണ്ട്. ഇത് ഖൈറോ ഷർറോ എന്ന് ആദ്യം തീരുമാനിക്കും. ഖൈർ അല്ലെങ്കിൽ ഷർറ്, ഷർറില്ലെങ്കിൽ ഖൈർ. ഇന്ന് ഷർറെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഷർറായി എന്ന് പറയാം. സുബ്ഹാനല്ലദീ യത്ലഅ ഫീ റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ, എല്ലാവരുടെയും ഹിദായത്തിലാക്കുന്ന ചന്ദ്രനെ എന്താക്കി റബീഉൽ അവ്വലിൽ ഉദിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മുത്തുനബിനെ അയച്ചിട്ടുണ്ട്. അല്ലാഹു തആലക്ക് സ്തുതിയാണ് എന്ന് പറഞ്ഞു. ഇത് പറയലും തെറ്റാ? ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ നൂറിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അന്ന് തന്നെ മുഹമ്മദ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. പക്ഷേ ആഖിറു സമാനിലാണ് ദുന്യാവിലേക്ക് വന്നത്. അപ്പൊ ഖൈറോ ഷർറോ എന്തെങ്കിലും തീരുമാനിക്കുക. ഷർറാന്നുണ്ടെങ്കിൽ ഷർറിന്റെ വജു പറഞ്ഞു എന്തുകൊണ്ട് ഷർറായി വെറുതെ മുണ്ടിയാപ്പിച്ചില്ല. അങ്ങനെ ഉണ്ടാൻ നമുക്ക് അറിയാലോ. ഖൈറാണ് ഷർറാണ്, ഖൈറാണ് ഷർറാണ്. എന്തുകൊണ്ട്? ഖൈറാണ് ഷർറാണ്. അപ്പൊ ഇത് അങ്ങനെ പറഞ്ഞുകൊടുക്കാൻ തന്നെയുള്ളൂ. ഖൈറാണെങ്കിൽ എന്തുണ്ട്? വമാ യഫ്അലു മിൻ ഖൈരിൻ ഫലൻ യുക്ഫറുഹു, ഖൈറായ കാര്യം എന്ത് കായിനമാക്കാനെന്നതാ. ആ ഖൈർ എന്ത് തന്നെ ആയിക്കോട്ടെ, കൗലോ ഫിഅലോ എന്തോ ആവട്ടെ, ഫലൻ യുക്ഫറുഹു, അവരെന്താക്കൂല, കൂലി തടയപ്പെടുന്നതല്ല ആ ചെയ്യുന്നവര്. യുക്ഫറൂഹിന്റെ നായിബ് ഫൈലാരി മാ യഫ്അലൂന്റെ ആ പ്രവർത്തകന്മാർക്ക് അതാ ഫലൻ യുദീഅ വലാ യൻഖുസു സവാബുഹു അൽബത്ത, അവരെ അമല് പാഴാവുകയോ കൂലി കുറക്കുകയോ ചെയ്യുകയില്ല. അൽബത്താന്ന് തീർച്ചയായും. എന്തിനാണ്? ഫലൻ ഇട്ടിട്ടുണ്ട്. ലൻ ഫലൻ യുക്ഫറൂഹു വല്ലാഹു അലീമുൻ ബിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ കൊണ്ട് അള്ളാഹു അറിയും എന്ന് മറ്റുള്ളവരെ അറിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? മുത്തഖീങ്ങളെ തഖ്വ ചെയ്ത ആളെ അള്ളാഹ് എന്താക്കും? കണ്ടറിഞ്ഞിട്ട് എന്താക്കും? പ്രതിഫലം കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നു. അത് ബിശാറത്തുൽ ലഹും, ഈ ഖൈറായ കാര്യം ചെയ്യുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. എന്തുകൊണ്ടുള്ള ബി ജസീലി സവാബ്, ധാരാളം പ്രതിഫലം കൊടുക്കുമെന്നാണ് ഇതിൻ്റെ അലീമൻ ബിൽ മുത്തഖീൻ. വൈശ്ആറുൻ, മാത്രമല്ല ഒരു അറിയിപ്പാണ്. ബിഅന്ന തഖ്വ, തഖ്വ എന്നുള്ളത് മബ്ദഉൽ ഖൈർ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യത്തിൻ്റെ ഖൈറല്ലേ, അതിന് തുടക്കടങ്ങ് തഖ്വ ഉണ്ടാകണോ? ഇല്ല. വമാ യഫ്അലു മിൻ ഖൈറിൻ എന്ന ആമ്മാക്കി പറഞ്ഞില്ലേ? അതിങ്ങ ഖൈർ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അതിന് അടിത്തറ ഇവിടെ ഉണ്ടാവണം, തഖ്വയിലുണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു ശറഹുൽ ബുഖാരിയിൽ ഇർശാദുൽ സാരി പറഞ്ഞത്. ചില അമാലുകൾക്ക് ധാരാളം ഫളായില് പറയും. ഈ എല്ലാം അവിടെ കിടക്കുന്ന തഖ്വ ചെയ്യുക എന്ന ഷർത്തോട് കൂടിയാണ്. തഖ്വ ഇല്ലാതെ മാത്രം ചെയ്താൽ ഫളായില് കോരിക്കളയാന്ന് വിചാരിക്കണ്ട. അതിനാ അപ്പൊ രാവിലെ മൗലൂദ് ഓതുന്നു, സംസ്കാരം കഴിഞ്ഞിട്ടായിരിക്കണം. സംസ്കാരം നിർവഹിക്കാതെ കണ്ട് മൗലൂദ് ഓതിയാൽ കുട്ടി കൂലി കിട്ടില്ല. കാരണം തഖ്വ പോയില്ലേ.
അതുകൊണ്ടാണ് ആ ഖൈറ് ചെയ്യുന്നവർ അള്ളാഹ് അറിയുമെന്ന് പറയാതെ മുത്തഖീങ്ങളായവർ അള്ളാഹ് അറിയുമെന്ന് പറയുന്ന കളി എന്താ? ഏത് ഖൈറിൻ്റെയും തുടക്കം തഖ്വയുടെ മേൽ എടുക്കണം എന്ന് കാണിക്കാനാണ്. ഇനി വഅന്നൽ ഫായിസ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിച്ചവർ, സവാബ് കൊണ്ട് വിജയിച്ചവർ ഹുവ അഹ്ലു തഖ്വ, തഖ്വൻ്റെ അഹ്ലുകാരായിരിക്കും എന്നാണ്. അപ്പോൾ ഫളായിലുള്ള അമാല് എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഇന്നത് ചെയ്ത നേട്ടം കൊണ്ടുവന്ന തഖ്വൻ്റെ മുകളിലാണ് പണി കൊടുക്കും. ഇപ്പം ഇതാ മക്കാത്ത് ഓതിയാൽ എന്താക്കും? കടം തീരും, ഫക്കീർ തരം മാറും എന്ന് പറയുന്നത് മുത്തഖിയാകുന്ന ഷർത്തോടു കൂടിയാണ്. അത് ഫളായിലുള്ള അമാലാണ്. വഫിൽ ഹദീസിൽ ഖുദ്സിയായ ഹദീസിലുണ്ട്. ഖുദ്സി എന്ന് പറഞ്ഞാൽ ഖുർആന്റെ കിരടിലേക്ക് എത്തുകയും ചെയ്യില്ല, മറ്റുള്ള ഹദീസിനേക്കാളും ഷറഫ് കൂടും. എന്താണ് അതിൻ്റെ തുടക്കം? അള്ളയിലേക്ക് എത്തും. മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരിക്കലും സനദെത്തുക കാല റസൂലുള്ളാഹി. അപ്പം എന്താ ഈ മർഫൂ ആയ ഹദീസ് എന്ന് പറയും. അവിടുന്ന് അള്ളയിലേക്ക് സനദ് പറഞ്ഞാൽ എന്താകും? ഖുദ്സിയായ ഹദീസും ആകും. അന ജലീസു മൻ ദഖറനി, എനിക്ക് ദിക്ർ ചൊല്ലുന്നവൻ്റെ കൂട്ടുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അരിയത്തിരിക്കുമ്പോൾ അടുത്ത് കച്ചലും ഇരിക്കുന്നുണ്ടെന്ന അർത്ഥം അതല്ല. ആ ജലീസിനൊക്കെ അതിൻ്റെതായ ഒരു മായനുണ്ട്. ഖാല അബൂബക്കർ അൽ ഖത്താനി റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു ഫിൽ മനാമി ശാബ്ബൻ, ഉറക്കത്തിൽ ഞാൻ കണ്ട് ഒരു ഷാബിനെ, ഒരു യുവാവിനെ, ലം അറ ഹസന മിൻ, അതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, മൻ അന്ത, നിങ്ങളാര്? ഫഖാല തഖ്വ, എൻ്റെ പേരാണ് തഖ്വ. അപ്പം തഖ്വാൻ എന്താക്കി? മനാമിൽ ഒരാൾ രൂപത്തിലായിട്ട് അല്ലാഹു തആല പറഞ്ഞു. അപ്പം ആലമുൽ മനാമിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം തസ്വീറുകൾ. അപ്പം തഖ്വ കൊണ്ട് അതിന് തഅ്ബീൽ കൊടുത്തു. ഖുൽതു, ഞാൻ ചോദിച്ച്, ഫൈന തസ്കുനു, നിങ്ങളെ താമസം എവിടെയാണ്? അതെ, തഖ്വ ആകുന്ന അദ്ദേഹത്തിനോട്. ഖാല ഫീ ഖൽബി ഹസീനിൻ, ദുഃഖിതരായ മനസ്സ് നൊന്തിരിക്കുന്ന ആളെ കൽബിലുണ്ടാകും എന്ന് പറഞ്ഞു. എന്താണ്? ആഡംബര പ്രിയന്മാർക്ക് പിന്നെ ആ ദുഃഖമൊന്നുമില്ലല്ലോ. സുമ്മൽതഫത ഇലയ്യ, പിന്നെ എന്നെ കൊണ്ട നോക്കിയിട്ട്, ഫൈദ ഇംറഅതുഹു സൗദാ, അവിടെ പെണ്ണുങ്ങളുണ്ട്, അവർ കറുത്തിട്ട. ഔഹശുമായ കൂൻ, ഇത്ര ബടക്കായ ഒരു സാധനം വേറില്ല ആ കോലത്തിൽ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ അൻതി, നിങ്ങളാര്? ഫഖാത്ത്, അല്ലാഹു, ചിരിക്കലാണ് എന്ന് പറഞ്ഞു. ശരിയേ തമാശ എല്ലാത്തിനും എന്താക്കണം? റെഡിമെയ്ഡ് ചിരിയുണ്ടാവും. നല്ല ചിരട്ട ഇറക്കുന്ന ശബ്ദം കേൾക്കും, ലോറിയിൽ നിന്ന് ചിരട്ട ഇറക്കുന്ന ശബ്ദം. ഇത്രയും ചെറിയാടെ ഒതുക്കി വെച്ചത് എങ്ങനെയാണെന്നുള്ളി കിട്ടുമ്പോൾ കണ്ട് പട്ടം ചിരി അങ്ങനെ തുടങ്ങിയില്ല. ചിരി വന്നിട്ടല്ല ചിരിക്കുന്നത്, ഉണ്ടാക്കിയിട്ടാണ്. 32 പല്ലും കണ്ടിട്ടങ്ങനെ ചിരിക്കൂ. എന്നാ എന്താക്കും? മറ്റുള്ള എന്തൊരു നല്ല ആളും, എന്തൊരു സ്വഭാവം അയാളെ, കൊടുക്കാന് ഇങ്ങനത്തെ പാലും തേനും കണക്കത്തൊരു ചങ്ങായി വേറെ ഉണ്ടാ? എന്താ ചിരി, അയാളെ ചിരി തന്നെ. അതെ, ഈമാൻ കൊണ്ട് കിട്ടും. തഖ്വ ഹാലായിട്ടും വരും, അമലായിട്ടും വരുമല്ലോ. ചിലപ്പോൾ എന്താക്കും? അമല് കൽപ്പിക്കും. ഈ അമലുകൊണ്ട് കിട്ടേണ്ടത് എന്താന്ന്? കുതിബ അലൈക്കും മുസ്സിയാമു, അമലോ എന്താ ഉള്ളത്? സംഗതി അമല് അല്ലേ? കുതിബ അലൈക്കും മുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അതിൻ്റെ അപ്പുറം പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ അമാലുകളെ കൊണ്ട് എന്താക്കും? തഖ്വാന്റെ ഹാല് കിട്ടും. ഹാല് കൊണ്ട് അമൽ ഇങ്ങോട്ടും കിട്ടും. അല്ലെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞത്, ഒരു മരം നട്ട് മടത്തിയാൽ അതിന് കൊഴിഞ്ഞ് വീഴുന്ന ഇലയെല്ലാം കൊണ്ട് അതിനെ മരത്തന്നിടുക. എന്താക്കും? അത് ബാളാവും ചീഞ്ഞിട്ട്. അപ്പം മരത്തിന് തടി കൂടും, പിന്നെയും ഇല ഉണ്ടാക്കും, അത് തന്നെ വളാക്കും. അപ്പം മരത്തിൽ നിന്ന് എന്താക്കും? ഇല ഉൽപ്പാദിപ്പിക്കും, ഇലയിൽ നിന്ന് മരം ഉൽപ്പാദിപ്പിക്കും. അമാലുകളെ കൊണ്ട് എന്താക്കും? തഖ്വന്റെ ഹാല് കിട്ടും. തഖ്വന്റെ ഹാലുണ്ടാക്കാൻ അമാലും കിട്ടും. അതിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കതബ ഫസാറ കാത്തിബൻ. മദ്രസയിൽ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നു, എഴുതാനും വായിക്കാനും അറിയാ. ഞാൻ ആക്കും പോലെ നീ ഇങ്ങനെ വരക്കേ, അലിഫ് ബാ അങ്ങനെ കുറേ എഴുതി കൊടുക്കുമ്പോഴായി ഇവൻ കാത്തിബ് എന്നുള്ള ഹാല് കിട്ടി. അപ്പം എന്താക്കും? കാണാപ്പാടം വെച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ ബെൽത്തുനിന്ന് ഇടത്തോട്ടോ അടുത്തുനിന്ന് ബെൽത്തോട്ടോ എന്താക്കും എഴുതാൻ കഴിയും. കത്തബ ഫസാറ കാത്തിബൻ. അദ്ദേഹത്തിൽ എന്നോട് വന്നിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി പഠിക്കലല്ല, ഈ ഉള്ള ഹാലിൽ നിന്ന് എഴുതിയെന്ന്. തശബ്ബുഹാണ് അവിടെ ഉണ്ടായത്. തശബ്ബുഹിൽ എന്താക്കും? തഹഖുഖ് ഉണ്ടാകും.
അതാ ഫഖുൽതു, ഞാൻ ചോദിച്ച അയന തസ്കനീന, പെണ്ണുങ്ങളെ നിങ്ങളുടെ എവിടെ താമസം? ഫഖാലത്ത് ഫീ കുല്ലി കൽബിൻ ഫരിഹിൻ മരിഹിൻ, ദുന്യാവിൻ്റെ ചരക്ക് കൊണ്ട് മതി മറന്നിട്ട് സന്തോഷത്തിൽ മുഴുകിയ കൽബുണ്ടോ, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഓർക്കാന്ന് റെഡിമെയ്ഡ് ചിരി എവിടെ കേൾക്കുമെന്നറിയാം, ചിരിൻ്റെ പടക്കങ്ങൾ പൊട്ടിച്ചാൽ. കാല അവർക്ക് പരലോകം എന്താകും, ആക്കിബത്ത് എന്താകും, ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ സാക്ഷ്യറായനോ ഒക്കെ ഇപ്പം സന്തോഷിക്കാൻ സമയമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൽബുൻ ഹസീൻ എല്ലാം മിഷമായില്ലൂരിനും ഇമ്രാത്തുഹൂന്ന് ഹാ വേണ്ടിയില്ലല്ല. ഫൈദ ഇമ്രാത്തുൻ സൗദാവും, വല്ലാണ്ട് ഓറ പെണ്ണുങ്ങല്ലല്ലത്, അവിടെ ഒരു കറുത്ത പെണ്ണുങ്ങളുണ്ട്. കാല ആര് പറയുന്നു? അബൂബക്കർ ഖത്താനി പറയുന്നു, ഫന്തബഹ്തു, ഞാൻ ഞെട്ടി ഉണർന്ന്, വാതഖത്തു, ഇനി ഞാൻ തീരുമാനിച്ചെന്താ, അല്ലാതെ ഹക്കില്ല ഗലബത്തൻ, ശരി വന്നാലല്ലാണ്ട് ചിരിക്കൂല. ഗലബത്ത് വന്നാൽ ചിരിക്കണമല്ലോ. അതുകൊണ്ട് അതടുത്ത് തന്നെ ഫഅലസ്സാലികി, അത് മൂപ്പറ ഒരു ഉപദേശം പറയൂ. ഫഅലസ്സാലികി അൻ യതമസ്സക ബിഹബ്ലി തഖ്വാ, തഖ്വയാകുന്ന കയറ് മുറുകെ പിടിക്കൽ സാലിക്കിന് നിർബന്ധമാകുന്നു. ഹബലെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു പാലം കിടക്കുന്ന അവസരത്തിൽ എന്താക്കും, അവിടെ കയറിട്ട് വെക്കും, മുറുക്കെ പിടിക്കാൻ, വീണു പോകാതൊക്കെയാണ്. അതല്ല മുമ്പ് കാരണം പറഞ്ഞത്. എല്ലാം എന്താക്കും, കാല് എഴുതിയിട്ട് പഴയിലേക്ക് വീഴും. അതാണ് അവിടെ ഇസ്തിഹാറത്ത് ചെയ്തത്. എന്നിട്ടോ ദുന്യാവിൽ എന്താക്കണം, തഖ്വ കൊണ്ട് ഇനാസാകണം. ലഅല്ലല്ലാഹു യജ്അലുഹു അനീസൻ ലഹു ഫീ ഖബ്രിഹി, എന്നാൽ എന്താക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വാനെ അവന്റെ ഖബറിൽ അനീസാക്കി കൊടുക്കും. അതുകൊണ്ട് ഫത്തഖ്വ മിൻ ബൈദനി സുലഹാ, സാലിഹീങ്ങളുടെ സമ്പ്രദായത്തിൽ പെട്ടതാണ് തഖ്വ. ആരാ സാലിഹീങ്ങൾ? വഹുമുല്ലദീന യുസാരിഊന ഇലൽ ഖൈറാത്ത് വയുസാരിഊന ഫിൽ ഖൈറാത്ത് വന്നില്ലേ, അവരാകുന്നു. അപ്പോൾ എവിടെയാണോ ഖൈറാത്ത് കിട്ടുന്നത് അത് എല്ലാം ഉപയോഗപ്പെടുത്തൽ. മാദാമോ ഫിൽ ഹയാത്തി, ജീവിതകാലത്തിരിക്കുന്ന കാലത്തോളം. ഇനി അടുത്തൊരു വിഷയം, വഫിൽ ഹദീസിലുണ്ട്, ഇന്നഹു ലയുഗാനു അലാ കൽബി, എൻ്റെ കൽബിൽ എന്താക്കും, ഒരു മങ്ങൽ ഏൽക്കലുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈൻ, ഇതും പിടിച്ചിട്ട് തങ്ങൾ ദോഷം ചെയ്യുമെന്ന് അർത്ഥം വെച്ചാൽ പറ്റൂല. അതുകൊണ്ട് തങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ജമ്മിൽ നിൽക്കുന്ന കൽബാണ്. പക്ഷെ റസൂലായ വകയിൽ ഡ്യൂട്ടിയുണ്ട്, ജനങ്ങളുമായി ഇടപഴകണം. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ എന്താകും, അതിൽ നിന്ന് ചെറിയ എന്തെല്ലാം ഒരു മങ്ങൽ കൽബിൽ ഏൽക്കും. ഇതുപോലെ നല്ല ഉപ്പിച്ചില്ല എന്തൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടിച്ചട്ടെ, അതിൽ കച്ചറുണ്ടോ, മാലിന്യമുണ്ടോ, നജസുണ്ടോ, ഇല്ല, നിങ്ങൾ കൈയോണം തൊട്ടട്ടെ, ബെരളിൻ്റെ അടയാളുണ്ടോ, കടപ്പുണ്ട്, അവിടെ നജസുണ്ടോ, ഇതന്നെ. അപ്പം ഫഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ, 70 ഇസ്തിഗ്ഫാർ ചൊല്ലുക, അങ്ങനത്തെ ഒരു മംഗലേ ചെയ്യും. അപ്പം ബുഹദമാല പോലത്തെ സന്തോഷങ്ങളുണ്ടെങ്കിൽ 70,000 ചൊല്ലിയാലും മതിയാവൂലല്ലോ. പിന്നെ വവജ്ഹുൽ ഇസ്തിഗ്ഫാരി മിൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിൻ്റെ വജ്ഹ് എന്താന്ന്, ബങ്കുറ്റം ചെയ്തിട്ടല്ല. ഇസ്തിഗ്ഫാർ സ്വന്തം ഫീ നഫ്സിൽ ഒരു അമലാണ്, അള്ളാഹിനെ കൊണ്ട് അടുക്കാനുള്ളൊരു അമലാണ്. അത് ദോഷം ചെയ്താക്കേ ചെയ്തുകൂടുന്നുണ്ടോ? അതല്ല ഇന്നത്തെ പൊട്ട പോയത്തക്കാർ എന്ന് പറഞ്ഞാൽ ബുദ്ധികളെ മനസ്സിലാക്കി വെച്ചതാണ്. ഇസ്തിഗ്ഫാറിനെ മനസ്സിലാക്കി 100 ഇസ്തിഗ്ഫാറോ 100 കുറ്റം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അർത്ഥം കിട്ടല്ലേ, കേടുന്ന് കിട്ടി ഞങ്ങൾക്ക്. ഇത് ജനങ്ങളെ മുമ്പിൽ പറ്റി ഇങ്ങനെ പറയാം, ഒന്നാൾ വയലോ, എന്തൊരു വയലാകുമ്പോ എന്താന്ന് ഇവൻ ചിന്തിക്കുന്നില്ല, ഇവനെ ബുദ്ധിയാക്കിയിട്ടുണ്ടെന്ന്. തങ്ങളുടെ 2 ഹാലിൻ്റെ ഇടയിൽ വ്യത്യാസമാണത്. ഇങ്ങനെ നമ്മൾ ഇന്നലെ ഓതിയിട്ടുണ്ട്, ഓരോ നിമിഷങ്ങൾ കടക്കും തോറും തങ്ങളെ ശേഷമുള്ള നിമിഷം അതിനേക്കാൾ ഉന്നതമാണ്. അപ്പൊ അത് നോക്കുമ്പോ അവിടെ എന്താ ഒരു നുക്സാൻ കാണുന്നുണ്ട്. താഴെ നോക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അത് ഇതിന്റെ കർത്താലിമാൻ കൊടുത്ത അർത്ഥവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 70 ദറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന പടി കയറുന്നുണ്ട്. എന്നുള്ള 70 കുറ്റം ചെയ്യുന്നല്ല, അത് ജാതി തലച്ചോറി എനിക്കേ ഉള്ളൂ.
അതാ കാന ഫീഹിമ ബിൽ ഉബൂദിയത്തി, ആ രണ്ട് ഹാലിലും ഉബൂദിയത്ത് കൊണ്ട് നിലനിന്നിരുന്നു. പക്ഷെ ദർജയിൽ വ്യത്യാസമുണ്ട്. ഇത് അതിനിങ്ങനെ ലാ യൽഹഖു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് ചേരൂല, നഖ്സുൻ ഒരു കുറ്റവും വരൂല, ബിവജ്ഹിൻ ഒരു വിധേനയും വരില്ല, മാസൂമ, വലാ ഫുതൂറുൻ ബിഹാലിൻ ഒരു മുടക്കവും വരൂല അമാലുകളിൽ. എന്തുകൊണ്ട്? സുബൂത്ത് ഇസ്മത്തിഹി, ഇസ്മത്ത് സുബൂത്താണ്, മാസൂമാണ് സല്ലല്ലാഹു അലൈഹി, തങ്ങളാവട്ടെ മറ്റുള്ള അമ്പിയാക്കളാവട്ടെ. അപ്പൊ അതിനെന്ത് പറയും? വലാകിൻ ഹസനാത്തുൽ അബ്റാർ സയ്യിആത്തുൽ മുഖറബീൻ എന്ന് പറയും. അബ്റാറിങ്ങളെ ഹസനാത്ത് എന്താക്കും? അബ്റാറും മുഖറബീങ്ങളും ഒന്നല്ല. അബ്റാർ എന്ന് പറഞ്ഞാൽ മുഖത്തസിദിന്റെ ഹാലാണ്. മുഖറബാല സാബിക്കും ബിൽ ഖൈറാത്തിന്റെ ആകെ പണ്ടേ 3 വരി പഠിച്ചിട്ടുണ്ട്. വമിൻഹും മുഖത്തസിദുൻ വമിൻഹും സാബിക്കും ബിൽ ഖൈറാത്ത് ഒരായത്തിൽ. വഅസ്ഹാബുൽ മൈമനതി വഅസ്ഹാബുൽ മൈമന ഫസ്സാബിഖൂന അസ്സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. അപ്പോൾ അബ്റാറും അസ്ഹാബുൽ മൈമനയും ഒന്നായി. മുഖറബീങ്ങൾക്ക് മുഖറബീങ്ങളായി, വേറെ പേരില്ല. മറ്റൊരു സ്ഥലത്ത് അബ്റാർ ഫുജ്ജാർ എന്ന്. ഫുജ്ജാർ ആരാണ്? ദാലിമുൽ നഫ്സിഹി. അബ്റാറിന്റെ അപ്പുറം എന്താണ്? സാബിഖൂൻ, മുഖറബ്. ഈ മുഖറബ് എന്നുള്ള പേര് മാറ്റുന്നേയില്ല. അപ്പൊ അബ്റാറിങ്ങളുടെ ചിലപ്പോൾ ഹസനാത്ത് എന്താകും? മുഖറബീങ്ങളിൽ എത്തിയാൽ സയ്യാത്തായിട്ട് മാറും. ഇതുപോലെ പള്ളിയിൽ പറയുന്നുണ്ട് കസ്തൂരി പള്ളി കാട്ടാറുണ്ട്. നിങ്ങൾ പുറത്ത് കസ്തൂരിയാ, പക്ഷെ പള്ളിയിലെത്തി എന്താക്കും? കസ്തൂരിയും പള്ളിയിൽ കാട്ടുമെന്ന് പറഞ്ഞു. ഒരു തത്വം എന്നത് ഇത് സാലിഹ് ആമ്മായിരും ഒക്കെ അല്ലേ. അള്ളാഹുവിന്റെ ഹക്കും ഓറ് വീട്ടുന്നുണ്ട്, ഹക്ക് ബന്ധപ്പെട്ട ഹൽക്കിന്റെ ഹക്കും ഓറ് വീട്ടുന്നുണ്ട്. ഇതാണ് സാലിഹിന്റെ വാന മുമ്പേ പറഞ്ഞത്. അള്ളാഹ് കൊടുക്കാനുള്ള ഹക്കെല്ലാം ഒരു വീട്ടും. അതേ അവസരത്തിൽ ഓരോ ഭാര്യയോട് ഹക്കുണ്ട്, മക്കളോട് ഹക്കുണ്ട്, കുടുംബക്കാരോട് ഹക്കുണ്ട്, ലൈഫിനോട് ഹക്കുണ്ട്, കണ്ടുമുട്ടുന്നവരോട് ഹക്കുണ്ട്, മഖ്ലൂക്കാത്തിനോട് പലതിനോട്. മുറ്റത്ത് ചെടിക്ക് വെള്ളം വീത്തൽ വരെ അതിൽ പെട്ടു. കാരണം മഖ്ലൂക്കിന്റെ ഹക്കാണ്. നിങ്ങളെ തോട്ടത്തിൽ വളരുന്ന ചെടിക്ക് വെള്ളം വീത്തൽ. പോറ്റുന്ന പൂച്ചക്ക് ചോറ് കൊടുക്കണം, അതാ മഖ്ലൂക്കിന്റെ ഹക്കാണ്. ഇതെല്ലാം വീട്ടിൽ നിന്നാക്കാന്ന് സാലിഹെന്ന് പേര്. അപ്പൊ മനുഷ്യന് അനിവാര്യമാണ് അവന്റെ നഫ്സിനെന്താക്കണം? ഒരു പിടികൂടണം. എന്താ? അല്ലാ ലഹലതൻ, ഒരു ലഹലയും ഞാൻ ഒഴിവാക്കൂല. ഹത്താ യഅഖുദഹാ ബിദ്ദിക്രി വശുക്ർ, ദിക്ർ ശുക്ർ കൊണ്ട് എന്താക്കണം? ആ ലഹല എന്താക്കണം? പിടികൂടണം. അങ്ങനെ തീരുമാനം എടുക്കുക. ബഹുമാനപ്പെട്ട കാപ്പാട്ട കളവിയാറെ നമ്മങ്ങനെ അത് കണ്ടിട്ടുണ്ട്. തസ്ബീഹ് ഇങ്ങനെ പിടിക്കും, വർത്താനത്തിന് വന്നാൽ എന്താക്കുക? അഡ്ഡക്ക് ഒരു ചാൻസ് കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, എന്താണോ ചാൻസ് കിട്ടുന്നത് അപ്പം ചെല്ലാനുള്ളത് തിരലുമില്ല. മണിക്കൂറോളം സംസാരിച്ചാൽ 2-3 ജുംല ഉണ്ടാകും. മൂപ്പറാകെ സംസാരത്തിലെല്ലാം തോന്നി. ഇങ്ങനെ തസ്ബീഹ് പിടിച്ചിട്ട് ഇവിടെ വലിയൊരു തേമ്പ ഈ നൂലോടിയ സ്ഥലത്ത്. എപ്പോ അത് പറയുന്നു? ഉടനെ പോയി മൂത്രയിച്ച് ഒന്നുണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. ഒന്നുവിൻ്റെ സുന്നത്ത്. എന്നിട്ട് വീണ്ടും കസൽ വന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ഇടർച്ച കാണോ എന്നാൽ ഇസ്തിഗ്ഫാർ ഉണ്ടാകും, ദൂരീകരിക്കും. ഈമാനിന്റെ കൊടിയാണ് അള്ളാഹുവിന്റെ ദിക്ർ. കൊടി കണ്ടാൽ എന്താക്കും? അന്ന സ്ഥലത്തൊന്നുണ്ട്, മുനാരം കണ്ട ഇവിടെ പള്ളിയുണ്ടെന്ന് മനസ്സിലാവില്ലേ? എൻ്റെ പള്ളിക്ക് മുനാരാക്കുന്നു. അന്യ നാട്ടുകാർ വന്നിട്ട് പള്ളിയുടെ ഇങ്ങനെ വരുന്നുണ്ടാവും. മുനാരം കാണുമ്പോൾ അത് അവിടെ പള്ളിയുണ്ടെന്ന് തിരിയും. നിഫാഖിൽ നിന്ന് രക്ഷപ്പെടലുമാണ്. വഹിസനും മിന ശൈത്വാനത്തൊട്ടുള്ള കോട്ടയുമാണ്. വഹിറും മിനൻ നാർ, നരകത്തിനത്തൊട്ടുള്ള കാബലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസാണ്. ലമ്മാ ബഅസല്ലാഹു യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ അലൈഹിസ്സലാമിന്റെ മോനല്ല യഹ്യ, അവരെ അല്ലാഹു തആല അയച്ച് എവിടത്തേക്കില്ല? ബനി ഇസ്രായേലിലേക്ക്. എന്നിട്ടോ അമറഹു, യഹ്യ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു, അൻ യഅ്മുറഹും ബിഖംസി ഖിസാൽ, 5 കാര്യങ്ങളെ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കണമെന്ന്. ഇതെല്ലാം 5 കാര്യം.
എന്നിട്ട് വയലിബലിക്കുല്ലി ഹസലത്തിൻ മസലൻ, ഓരോ ഹസലത്തിന് ഒരു മസലും പറഞ്ഞു കൊടുക്കണം. മസലടിക്കണേല. ഒന്ന്, അമറഹും അൻ യഅ്ബുദുല്ലാഹ വലാ യുശ്രികൂ ബിഹി ശൈആ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആരെയും ശിർക്ക് വെക്കരുത് എന്ന് കൽപ്പിക്കാം. അതിന് മിസാല് വരണ്ടേ? വദറബ ലഹും മസല ശിർക്കി, ശിർക്കിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുത്ത് എന്താണ്? കറജുലിൻ ഇസ്തറാ അബ്ദൻ മിൻ മാലിഹി, ഒരാള് ഒരബദിനെ വാങ്ങി പൈസ ഉപയോഗിച്ചിട്ട്, സുമ്മാസ്കനഹു ദാറൻ, അയാൾക്ക് താമസിക്കാൻ ഒരു പൊരയും കൊടുത്തു, എനിക്ക് ഈ അബദിന്. വദബ്ബജഹു, അയാൾക്ക് എന്താക്കി? മങ്ങലും കഴിച്ചു കൊടുത്തു. വദഫ ഇലൈഹി മാലൻ, കുറച്ച് പൈസയും കൊടുത്തു. വഅമറഹു, എന്നിട്ട് കൽപ്പന, യത്തജ്റ ഫീഹി, ഈ കാശ് ഉപയോഗിച്ചുകൊണ്ട് എന്താക്കണം? കച്ചവടം ചെയ്യണമെന്നാ പറഞ്ഞു കൊടുത്തത്. എന്നിട്ടോ വയകുല മിൻഹു മാ യക്ഫീഹി, അവൻ ആവശ്യമുള്ളത് അതിൽ നിന്ന് ഭക്ഷിക്കാം. വയുഅദ്ദി ഇലൈഹി ഫദ്ല റിബ്ഹി, ലാഭത്തിൻ്റെ ഒരു മിച്ചം എന്താക്കണം? ഇതിന് എത്തിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇവരെന്താക്കി? അത് ഉപയോഗിച്ചിട്ട് വേറെ കൊണ്ടുപോയി ചടി. ബൈദാനം മിസാലിലെല്ലാം ഒന്നുണ്ട്. റജുലിൻ എന്നാണ് അള്ളാഹിനെ പറ്റി മിസാലാക്കിയത്. അത് ആബദിനെ വാങ്ങി നമ്മളും തന്നെ. പിന്നെ ദുന്യാവിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്, നിയമത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവൻ ചെയ്തെന്താ? ഫഅമദൽ അബ്ദു, ഈ അബ്ദ് എന്താക്കി? ലക്ഷ്യമാക്കിയില്ല ഫദലി റിബ്ഹി, രാജാവിന് തിരിച്ചു കൊടുക്കേണ്ടുന്ന ലാഭവിഹിതം ഉണ്ടല്ലോ, അതിനെ ഫജാല യുതിഹി ലി അദുബി സയ്യിദിഹി, സയ്യിദിന്റെ അദുവിന് കൊണ്ടുപോയി കൊടുത്തു. കണ്ടാ? സയ്യിദിന് കൊടുക്കുന്ന മിൻഹു ശൈഅൻ യസീറൻ, കുറഞ്ഞ ഒന്ന് കൊടുക്കും, തീരെ കൊടുത്തിട്ടില്ല നോക്കണ്ട. എന്നിട്ട് ചോദിക്കുന്നത് ഫഅയ്യുകും യർളാ ബിഫിആലി ഹാദൽ അബ്ദി, ഈ അബ്ദിന്റെ പ്രവർത്തനം കൊണ്ട് ആരാ നിങ്ങൾ പൊരുത്തപ്പെടുന്ന ആളുണ്ടോന്ന്. അയാളെ പറ്റില്ലെന്ന് അറിയും. ഇനി രണ്ട്, വഅമറഹും ബിസ്സലാത്തി, നമസ്കാരം കൊണ്ട് കൽപ്പിച്ചു. വദറബ ലഹും മസലൻ ലിസ്സലാത്തി, നമസ്കാരത്തിന് ഒരു ഉദാഹരണം പറഞ്ഞ്, കമസലി റജുലിൻ ഇസ്തഅ്ദന അലാ മലികിൻ മിനൽ മുലൂക്, രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രാജാവിൻ്റെ വീട്ടിൽ കയറാൻ വേണ്ടി എന്താക്കി? സമ്മതം തേടി. ഫഅദിന ലഹു, അങ്ങനെ സമ്മതം കൊടുത്ത്, ഫദഖല അലൈഹി, രാജകൊട്ടാരത്തിലേക്ക് കയറി. ഫഅഖ്ബല അലൈഹിൽ മലികു, രാജാവ് ഇയാളെന്താക്കുന്നു? മുന്നിട്ട് വന്നപ്പോൾ ബിവജ്ഹിഹി, ഇതിനാ ലിയസ്തമിഅ മഖാലഹു, ഇവനിക്കെന്തോ ഒന്ന് പറയാനുണ്ടല്ലോ നമ്മളോട്, അത് കേൾക്കാൻ വേണ്ടി രാജാവ് വന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ. അപ്പൊ രാജാവിന്റെ ബലവും അതിനേക്കാളും എല്ലാം വെറുതെയായി. എന്നത് മാതിരി എന്താക്കും? നിഷ്കരിക്കാൻ കൈ കെട്ടിയിട്ട് കുട്ടി വിട്ടതും പാല് വിറ്റതും കണക്ക് എല്ലാം എന്താക്കാം? അങ്ങനെ റെഡിമെയ്ഡാക്കി നോക്കുന്നു. അതെല്ലാം മുമ്പ് പറഞ്ഞു, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി, നിർശാദി പറഞ്ഞില്ലേ? തുസല്ലി ബിലാ ഖൽബിൻ, മനസ്സിലാണ്ടാ നിൽക്കിരിക്കുന്നത്. അപ്പൊ ഒരു ഫോണ് വന്ന്, ഞാൻ നിൽക്കിരിക്കാൻ കുറച്ചുകൂടി വിളിക്കാന്ന്. അപ്പൊ നിസ്കാരം എടുത്തോ? നിലത്ത് വെച്ച ഫോൺ എടുത്ത് കയറി അടിക്കുന്നു, കൈ കെട്ടിയേക്കുന്ന പോയിട്ട് ഫോണിങ് ഇട്ടു. അപ്പോൾ എന്താ ചെയ്ത? റുക്വ ചെയ്ത് സുജൂദ ചെയ്തത്. അപ്പൊ സലാത്തൻ ഒരു നിൽക്കാതെ നിൽക്കുന്നുണ്ട്. കൂലി അല്ല കിട്ടേണ്ടത്, നല്ല തല്ല കിട്ടേണ്ടത്, അങ്ങനത്തെ നിസ്കാരം നിൽക്കുന്നുണ്ട്. എന്നിട്ടോ രാജാവ് മുന്നിട്ട് വന്ന് എനിക്കെന്തോ പറയാനുണ്ട്, ഹാജത്ത് വീട്ടാനും കാത്തിക്കുന്നുണ്ട്. ഇവനെന്താക്കി? ഫൽതഫത യമീനം വശിമാൻ, ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. വലം യഹ്തമലി ഖളാഇ ഹാജത്തിഹി, ഇവന്റെ ഹാജത്ത് വീട്ടുന്നതിനെന്താക്കിയില്ല, ഛർദ്ദിച്ചതും ഇല്ല. അഫഅറദാനിഹിൽ മലിക്, മലിക്കെന്താക്കി? ഇവനോട് എന്തിനും സംസാരിക്കുന്നു. രാജാവ് അങ്ങോട്ട് പോയി. ഫലം യഖളി ഹാജത്ത് വീട്ടിയതുമില്ല. ഇതുണ്ടാ? വഅമറഹും ബിസ്സിയാമി, നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിച്ചു. വദറബ ലഹും മസലൻ, അതിന് പറ്റിയ ഒരു ഉദാഹരണം പറഞ്ഞ്, ഫഖാല മസലു സ്വാഇമി കമസലി റജുലിൻ ലബിസ ജുബ്ബത്തൻ ലിൽ ഖിതാൽ, ഒരാള് യുദ്ധത്തിന് വേണ്ടി എന്താക്കി? ആയുധങ്ങളൊക്കെ വെട്ടേക്കാതിരിക്കാൻ വേണ്ടി ഒരങ്കി, ഒരു കുപ്പായം ധരിച്ചു. വഅഖദ സിലാഹഹു, അങ്ങനെ ആയുധവും കയ്യിലെടുത്തു. ഫലം യസിൽ ഇലൈഹി അദുബുഹു, അതുകൊണ്ട് അദുബിന് ഇവനെ കൊണ്ട് അടുക്കാൻ കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ നോമ്പ് നോറ്റാൽ എന്താക്കും? ശൈത്താൻ എടുക്കാൻ കഴിയൂല. അസ്സിയാമു ജുന്നത്തുൻ എന്നല്ലേ പറഞ്ഞു, അതൊരു കോട്ടയാണ്. വലം യഅമൽ ഫീഹി സലാഹ അദുബിഹി, അദുബിന്റെ ആയുധം ഇവനിൽ ഫലിച്ചതേ ഇല്ല.
വഅമറഹും ബിസ്സദഖത്തി സദഖ കൊണ്ട് കൽപ്പിച്ചു. വളറബ ലഹും മസലൻ ലിൽ മുതസദ്ദിഖി സദഖ ചെയ്യുന്നവന് ഒരു ഉദാഹരണം പറഞ്ഞെന്താ? ഫഖാല മസലുൽ മുതസദ്ദിഖി കമസലി റജുലിൻ അസ്റഹു അദുബുഹു. ഒരാളെ ശത്രു എന്താക്കി പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഫസ്തറ മിന്നു നഫ്സഹു, എന്നിട്ടോ ശത്രുവിന്റെ പക്കൽ നിന്ന് മോചനം തേടൽ. അവന്റെ നഫ്സ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ബി സമനി മാലോമൻ, എനിക്ക് ഇത്ര പൈസ തരാം, ഒരു 100 രൂപ തന്ന എന്നാ വിട്ടയച്ച സമനമാനവുമുണ്ട്. അപ്പൊ എന്താക്കണം? 100 രൂപ സമ്പാദിച്ചിട്ട് ആർക്ക് കൊടുക്കണോ? പിടിച്ചോനിക്ക്. അപ്പൊ അവിടെ നാട്ടിൽ കുറച്ച് പണിയെടുത്തിട്ട് അവന്റെ ജോലി ചെയ്ത പൈസയിൽ നിന്ന് കൊടുക്കും. അൽ ഖലീല വൽ കസീറ, ഏറെ കൊടുക്കും, ചിലപ്പം കൂടുതൽ കൊടുക്കും, ഇല്ല കുറവ് കൊടുക്കും. ഹത്താ യഫ്തദിയ മിൻഹും നഫ്സഹു, ഇവന്റെ നഫ്സിൽ എന്താക്കുക? അതിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ. 100 രൂപ എന്താക്കും? ചുമ്മാ 10 രൂപ കൊടുക്കും, ചിലപ്പോൾ 20 കൊടുക്കും, ചിലപ്പോൾ 50 കൊടുക്കും. 100 തികഞ്ഞാലോ ഫക്കറക്കബത്തഹു. ഇതാണ് സദഖന്റെ മിസാലി. വഅമറഹും ബിദിക്രില്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് കൽപ്പിച്ച്. വളറബ ലഹും മസലൻ ലിദ്ദിക്രി, ദിക്റിന് ഒരു ഉദാഹരണം പറഞ്ഞു. ഫഖാല മസലു ദിക്രി കമസലി ഖൗമിൻ ലഹും ഹിസ്നുൻ, അവർക്കൊരു കോട്ടയുണ്ട്, ഒരു കൗമിന്. എന്നിട്ടോ വബി ഖുർബിഹിം അദുവ്വുൻ ലഹും, കോട്ടന്റെ അടുത്തുണ്ട് എന്തുണ്ട്? ഒരു അദുവുണ്ട്. ഫദഖലു ഹിസ്നഹും, അവരെന്താക്കി? കോട്ടയിൽ കയറിയിട്ട് വഗലഖു ബാബഹു, കോട്ടന്റെ വാതിൽ എന്താക്കി? നല്ലോണം പൂട്ടി ബന്ധാക്കി. ഇപ്പൊ അതുകൂടെ പോയി അദുവ് തൂറ്റി. വഹസ്സനു അൻഫുസഹും മിനൽ അദുവ്വി, അദുവ്വിനെ തൊട്ട് അവരെ നഫ്സിനെ എന്താക്കി? സംരക്ഷിതമാക്കി. അഖ്റജഹു തിർമിദി വൽ ബസ്സാർ മിൻ ഹദീസ് ഹാരിസിൽ അശ്അരി മർഫൂഅൻ. മർഫൂഅൻ അറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. വേണ്ട, അപ്പൊ 5 ഉദാഹരണമായി. വഫിൽ ഖബരി, ഹദീസിലുണ്ട്. വാന ആമുറുക്കും ബിൽ ഹിസാലിൽ ഖംസി, ഈ പറയപ്പെട്ട 5 കാര്യങ്ങളെ കൊണ്ട് ഞാനും നിങ്ങളെ കൽപ്പിക്കുന്നു. യഹ്യ അലൈഹിസ്സലാമിനാണ് ആദ്യം കൊടുത്തത്. അതാ ഏത് കാര്യം? അല്ലത്തി അമറല്ലാഹു ബിഹാ, യഹ്യ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു. എന്നിട്ടോ 5 കാര്യം, ഈ കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. വആമുറുക്കും ബി ഖംസിൻ ഉഖറ, മറ്റൊരു 5 കാര്യം കൊണ്ട് ഞാൻ എൻ്റെ ഭാഗം. അപ്പൊ 10. എന്താണ്? അമരൻ, അത് അമരനില്ലാഹു ബിഹാ, അത് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചതാണ്. എന്താ? അലൈക്കും ബിൽ ജമാഅ, ഒന്ന് ജമാഅത്ത്, മുസ്ലിമീങ്ങളുടെ ആ മുസ്ലിം എന്നുള്ള സംഘം, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുണ്ടാക്കുന്ന കൂട്ടത്തിൽ നിന്നും കൂടിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ വസ്സംഇ, അതുപോലെ അനുസരണം, സമയത്താഴത്ത് എന്ന് പറയുന്നില്ലേ. വത്വാഅ വൽ ഹിജ്റതി വൽ ജിഹാദ്, 5 ഇല്ലേ? ഒന്ന് ജമാഅ, ജംഅ, ത്വാഅത്ത്, ഹിജ്റ, ജിഹാദ്, ഈ 5. മറ്റേതോ യഹ്യ അലൈഹിസ്സലാം ജനങ്ങളോട് കൽപ്പിച്ച അക്കാര്യം ഞാനും നിങ്ങളോട് കൽപ്പിക്കുന്നു. 5 10. അത് തീർന്നു. ഇനി സമ്പത്തുണ്ടായത് കൊണ്ടോ മക്കളുണ്ടായത് കൊണ്ടൊന്നും അള്ളാന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള ഉപാധിയല്ല എന്നാ പറഞ്ഞു. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഇന്നല്ലദീന കഫറൂ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു. എന്തുകൊണ്ട്? കഫറോലെ ബാക്കി പറഞ്ഞില്ലല്ലോ. ഐ മൂപ്പർ കൂട്ടുന്നു ബിമാ യജിബു അൻ യുഅ്മന ബിഹി, എന്തുകൊണ്ടെല്ലാം വിശ്വസിക്കണമെന്ന് വാജിബാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളോട് കാഫറ. അഭിമങ്കാര്യം മൊത്തത്തിൽ കൊല്ലിയും ജുസിയെല്ലാം വിട്ടു. ലൻ തുഗ്നിയ അൻഹും, അവരെ തൊട്ട് യാതൊരു ഉപകാരവും വരുത്തൂല. അതെങ്ങനെ? ലൻ തദ്ഫഅ അൻഹും, അവരെ തൊട്ട് തടയൂല. അംവാലുഹും, അവരെ സമ്പത്താവട്ടെ, വലാ ഔലാദുഹും, അവരെ മക്കളാവട്ടെ, മിനല്ലാഹി ഐ മിൻ ഇഖാബി മിൻ അദാബിഹി തആല, അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് തടയൂല. ശൈഅൻ, ഒന്നും തടയൂല. ചെറുതും തടയൂല, വലുതും തടയൂല. എന്താ? ശൈഅൻ യസീറൻ, ശൈഅൻ എന്ന് പറഞ്ഞ തൻവീനതാ. ആ തൻവീൻ എന്താണ്? യസീർ, ഒരു ശൈഅനും തടയൂല. വല്ലായത്ത് റദ്ദുൻ, ഈ ആയത്ത് റദ്ദാണ്. എന്താണ്? ആലായൽ കുഫാറിന്. എന്തുകൊണ്ട്? അമ്മ വിശ്വസിച്ച് നമുക്ക് കുറച്ച് പൈസ ഉണ്ട്, പൈസ ഉപയോഗിച്ചിട്ട് ഞാൻ രക്ഷപ്പെടും, കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെട്ടോളൂ. എന്താ പറഞ്ഞത്? അതൊക്കെ കൈക്കൂലിയൊന്നും വേണ്ട. അത് ഹൈസു ഫാഖറൂ ബിൽ അംവാലി വൽ ഔലാദി,
സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അവരെന്താക്കി ഫഖ്ർ പറഞ്ഞ് ഖായിലീൻ അവർ പറയുന്നു നഹ്നു അക്സറു അംവാലൻ വ ഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദബീൻ. അതൊരു ആയത്താണ്. നമ്മൾ അംവാലിനാലും ഔലാദിനാലും ഉള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ അദാബ് ചെയ്യപ്പെടൂല എന്നെന്താക്കി ഫഖ്ർ പറഞ്ഞു. വക്കാനു എന്നിട്ടോ യുഅയ്യിറൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അത്ബാഅഹു തങ്ങളെ അത്ബാഇകളായ ആളുകളെയും റളിയല്ലാഹു അൻഹു എന്താക്കും ബിൽ ഫഖർ ഫക്കീറന്മാർ ഒന്നുമില്ലാത്ത ആള് കൈവരഞ്ഞോർ എന്ന് പറഞ്ഞിട്ടാക്കും കുറ്റപ്പെടുത്തി. വയഖൂലൂന എന്നിട്ട് പറയുന്നത് ലൗ കാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഹഖ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കിന്റെ മേൽ ആയിരുന്നുവെങ്കിൽ ഇവിടെ വാദാന്ന് അതാ മുഖദ്ദമ്, കലാമിലുള്ള മുഖദ്ദമതല്ലേ. താലി എന്താ ലമാ തറക്കഹു റബ്ബുഹു ഫിൽ ഫഖ്രി വശിദ്ദ, ഫഖീർ തരത്തിലും പട്ടിണിയിലും ഇവിടെ കടത്തൂലല്ലോ. ഇവിടെ കാണുന്ന എന്താ ബാറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. അപ്പൊ എന്തായി? താലി പോയി, താലിബം മുഖദ്ദമം പോയി, അതാണ് തീർന്നത്. ഇനി പറയുന്നത് അംവാലും ഔലാദും കൊണ്ട് ഉപകാരം ഇല്ലാന്നല്ലേ, മറ്റേ വേറെന്തെങ്കിലും കൊണ്ട് ഉപകാരം ഉണ്ടാവോ? അംവാലും ഔലാദും അല്ലാത്ത അതിന് പറയുന്നത് ഇത് സാധാരണ ഉപയോഗപ്പെടുത്തുന്ന രണ്ട് വസ്തുക്കളാണ് ഇത്, അതുകൊണ്ട് എടുത്തു പറഞ്ഞത്. ഔലാദ അംവാലിനെയും ഔലാദിനെയും പറഞ്ഞത് ബിദ്ദിക്രി ഇവിടെ പറച്ചത് കൊണ്ട് എന്താ അന്നൽ ഇൻസാന യദ്ഫഉ അൻ നഫ്സിഹി, അവന്റെ നഫ്സിന് വരുന്ന ഒരു ആഫത്ത് എന്താക്കും മനുഷ്യൻ തടുക്കല്. താറത്തൻ ചിലപ്പോൾ ബിഫിദായിൽ മാല് പൈസ കൊടുത്തിട്ടായിരിക്കും. വതാറത്തൻ ചിലപ്പോൾ എന്താക്കും ബലിസ്ഥാനത്തി ബില്ല ഔലാദ് മക്കളെ കൊണ്ട് സഹായം തേടിക്കൊണ്ടായിരിക്കും. കണ്ടില്ലേ? അതുകൊണ്ടാണ് എന്താക്കി അംവാലോ ഔലാദ് എന്തെല്ലാം അതിൽ മറ്റുള്ള വേറെ സാധനം ഉണ്ട് അർത്ഥത്തിനല്ല. ഔലാദ് കൊണ്ടും അംവാല് കൊണ്ടും ആഖിറത്തിൽ ഉപകാരത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഇവ രണ്ടാളല്ലാത്ത കൊണ്ട് ഒട്ടുപകാരമില്ല. മറ്റുള്ള വസ്തുക്കളെ കൊണ്ട് ഉപകാരം കിട്ടൂല എന്നത് ബിത്തരീഖിൽ ഔലാ തരീഖ് എന്ന് പറഞ്ഞാൽ ഇതിനാക്കാണ് ഉപരിയാണത്. വഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ അസ്ഹാബാണ്. മുസാഹിബുഹാ ലദ്ദവാബി വമുലാസിമുഹാ, കാലാകാലം അതിനോട് സുഹബത്ത് കെട്ടിക്കൊണ്ടും അതിനോട് ലാസിമാക്കിക്കൊണ്ടും നിൽക്കുന്നു. ഹും ഫീഹാ ഖാലിദൂൻ അബദൻ. വലമ്മ എന്തുണ്ട് അംവാലും ഔലാദും ഇവിടെ ഉപകാരത്തിന് എത്തൂല എന്ന് പറഞ്ഞു. ചിലരെന്താക്കും ദുന്യാവിന്റെ ചില കാര്യത്തിന് എന്താക്കും എന്തെല്ലാം കൊടുക്കും. പക്ഷെ ഇവിടെ എന്തില്ല, ബേസിക്കലായി ഈമാൻ ഇടില്ല. എന്നാ വല്ല കൂലിയും കിട്ടുമോ? വേണ്ട ഈമാൻ. ഒരാഴ്ച പറഞ്ഞില്ലേ എന്താണ് പർവ്വതത്തിന് തുല്യമായി ഇൻഫാക്ക് ചെയ്താലും ഈമാൻ ഇല്ലാത്തതുകൊണ്ട് കൂലി കിട്ടൂല, അതാ പറയുന്നത്. വലമ്മാ ബയ്യന അന്ന അംവാലൽ കുഫാരി ലാ തുഗ്നി അൻഹും ശൈആ, കുഫാറിന്റെ അംവാല് ഇവർക്ക് യാതൊരു ഉപകാരത്തിനും എത്തൂലാന്ന് പറഞ്ഞപ്പോൾ സുമ്മ റുബ്ബമാ അൻഫഖു അംവാലഹും ഫീ വുജൂഹിൽ ഖൈറാത്ത്, ഖൈറായ പല കാര്യങ്ങളിലും അവർ മുതൽ ചിലവാക്കാറുണ്ടല്ലോ. എന്നിട്ടോ ഫയഖ്തുറു ബിബാലിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നും അന്നഹും യന്തഫിഊന ബിദാലിക, അവർക്ക് ഉപകാരം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. ഫഅസാലല്ലാഹു തിൽക ശുബ്ഹ, അതിന് ആ സംശയത്തിന് അല്ലാഹു തആല ദൂരീകരിക്കുന്നു. ബിൽറബി മസലിൻ, അതിന് ഒരു ഉദാഹരണമായി മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ കമസല റീഹിൻ ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗമിൻ ളലമൂ അൻഫുസഹും ഫഅഹ്ലകത്ഹു വമാ ളലമഹുമുല്ലാഹു വലാകിൻ അൻഫുസഹും യളലിമൂൻ. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ, ദുന്യവിയായ ഐഹികമായ ജീവിതത്തിൽ ചെലവാക്കുന്നവരുടെ ഉദാഹരണം. മസലു മാ യുൻഫിഖുൽ കഫറത്തു, യുൻഫിഖൂനാന്റെ ദമീറടുത്തേക്കാ വന്ന് ഈമാനില്ലാതെ ചെലവാക്കിയ കൂട്ടറിലേക്കാ പോകുന്നു. അതായത് ബൈസില്ല. അപ്പൊ യുൻഫിഖൂന എന്ന് പറയുമ്പോ അതിന്റെ ദമീർ എങ്ങോട്ടാ പോകുന്നത്? അൽ കഫറത്തുൽ ഖുർബത്തൻ, ഇവരെന്താക്കും കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നു. ആ മുഫാഖറത്തൻ, അല്ലെങ്കിലോ ഫഖർ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന വസ്വം അത്തൻ, അല്ലെങ്കിലോ പബ്ലിസിറ്റി കിട്ടണം, ഇന്നാൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. തലബല്ലി ഹുസ്നി ദിക്രി ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ നല്ല പേര് കിട്ടാണ്.
നിങ്ങൾക്ക് ഞാൻ ദുഞ്ഞാബി കിട്ടണ്ട്, ദുഞ്ഞാബി കിട്ടേണ്ട അതല്ലേ ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയയിൽ കിട്ടേണ്ട കാര്യം പറഞ്ഞത്. അതേതുപോലെ മസല രീഹൻ, ഒരു കാറ്റിന്റെ ഉദാഹരണം പോലെയാണ്. എങ്ങനത്തെ കാറ്റ്? ഫീഹ സിർവൻ എന്ന് പറഞ്ഞാൽ ബർദുൻ ഷദീദുൻ മുഹ്ലിക്കുൻ, എല്ലാത്തിനെയും ഹലാക്കാക്കി കളയുന്ന കഠിനമായ തണുപ്പുള്ള ഒരു കാറ്റ്. ഈ കാറ്റ് എവിടെ അടിച്ച്? അസാബത്ത് ഹർസ കൗമിൻ, ഒരു കൗമിന്റെ കൃഷിക്കാ ചെന്നടിച്ചത്. ആ കൗമാരാണ് ലലമു അംഫുസഹും, നാലിമീങ്ങളായ കൂട്ടറാണ്. അപ്പം എന്താക്കും? ശക്തമായ കാറ്റും ഹലാക്കാക്കാൻ ഉദ്ദേശിച്ച കാറ്റായിരിക്കും. അതാ ഹർസ ആ കൗമിൻ, ഒരു കൗമിന്റെ കൃഷിയിലേക്ക്. ആ കൗമാര ലലമു അംഫുസഹും ബിൽ കുഫ്രി വൽ മആസി ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തോടുകൂടി വന്ന ആ കുഫാറിൻ്റെയും മഅസിയത്തിൻ്റെയും ആളുകളെ ആണ് എന്താക്കിയത്? കാറ്റടിച്ചത്. അന്ന് ചോദിക്കും, ഹർസ കൗമിൻ്റെ ആളെ ലലമു അംഫുസഹത്തിനെ കൂട്ടുന്നു, നാലിമേള എല്ലാത്താക്ക് അടിച്ചാലും കൃഷി നശിക്കൂലേ? പക്ഷെ അവിടെ നിന്നുണ്ട്, മറ്റുള്ള ആളിലേക്ക് അടിച്ചാൽ ഒരു കാരുണ്യത്തോടു കൂടിയേ അടിക്കുള്ളൂ. അതേ അവസരത്തിൽ ബലമു അംഫുസഹുവിൻ്റെ ഹാസിനടിച്ചാലോ അതങ്ങനെ ആയിരിക്കും, കോപത്തോടു കൂടി അടിക്കും. അപ്പൊ ശക്തമായ നിഷ്പിക്കലായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലില്ല, ബലമു അംഫുസഹും കൂട്ടിയത്. വൈന്നമാ ബസഫു ബിദാലിക, ഈ കാറ്റടിക്കപ്പെട്ട കൃഷിക്കാരില്ലേ, അവരെന്താക്കി ബലമു അംഫുസഹും എന്ന് ബസ് പറഞ്ഞ എന്തിനാണ്? ലിയന്നൽ ഹിലാക്കാൻ സുഖത്തിൻ, ദേഷ്യത്തോടു കൂടിയുള്ള ഹിലാക്ക് അശദ്ദു വാഫുല, ഏറ്റവും കഠിനമായതും ഏറ്റവും അസഹ്യമായതും ആയിരിക്കും. അപ്പോൾ ശക്തമായ നശിപ്പിച്ചു എന്ന് വരുത്താനാണ് ദലമു അംഫുസഹും കൂട്ടിയത്. അത് സാലിഹ്യങ്ങളെ തോട്ടത്തിനടിച്ചാലുണ്ടാവും, നാശമുണ്ടാകും. പക്ഷെ അത്ര ശക്തമായിരിക്കില്ല, അവർക്ക് അതിന് കൂലിയും കൊടുക്കും, നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ഫഅഹ്ലകതുഹു, ആ കാറ്റ് ആ കൃഷി എന്താക്കി? നശിപ്പിച്ചു കളഞ്ഞു. അയ്യൂബത്തല്ലഹും, അവർക്ക് ശിക്ഷയായിക്കൊണ്ട് വലം തദഅ മിൻഹു അസറൻ, കൃഷിയിൽ നിന്നുള്ള ഒരസറും ബാക്കി വെക്കാത്ത രീതി. അപ്പോൾ ഇവിടെ എന്താ ഉദാഹരണം ഉണ്ടായി? വൽ മുറാദു തശ്ബീഹു മാ അൻഫഖൂ, അവർ ചെലവാക്കിയ ഒന്നിനെ തശ്ബീഹാക്കൽ. ദുനിയാവിൽ ചെലവാക്കിയില്ലേ, എന്തിനോട്? ബി ഹർസി കുഫാരിന് അപ്പുറം പറയുന്നതാണ് അതിൻ്റെ ബാക്കി. അതായത് ഇത് മുഷബ്ബഹാണ്, മുഷബ്ബഹ് ബിഹി പറയണ്ടേ? അതാണ് ബി ഹർസി കുഫാരിൻ, ഒരു കുഫാറിന്റെ കൃഷിയോട്. എന്താ കുഫാറ്? ബലം ഖൗമിൻ ബലമു അൻഫുസഹും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ നറബത്തുഹു റീഹു, അതിന് കാറ്റടിച്ചപ്പോൾ ഫസ്തഅ്സലത്തുഹു, കാറ്റെന്താക്കിയ വേരോടെ നശിപ്പിച്ചളിഞ്ഞിരിക്കുന്നു. അപ്പോൾ വജ്ഹുശബഹ എന്താണ്? അതാണ് ഫീ ളിയാഇഹി വറഹാബിഹി ബിൽ കുല്ലിയ്യ, മുഴുവനും നശിച്ചു എന്ന വിഷയത്തിലാണ്. അപ്പോൾ തശ്ബീഹ് എന്താക്കി? മാ അൻഫഖു മുഷബ്ബഹായി, ഹർസു കുഫാർ എന്തായി? മുഷബ്ബഹ് ബിഹിയായി, എല്ലാം നശിച്ചു പോയി എന്നുള്ള വിഷയമാണ് വജ്ഹുശബഹ്. അതിനില്ലേ വലം യബ്ക ലഹും മൻഫഅത്തുൻ ബിഫജ്ഹിൻ മിനൽ വുജൂഹ്, ഒരു നിലക്കുള്ള മൻഫഅത്തും അവിടെ അവശേഷിച്ചില്ല, മുഴുവനും പോയി. എന്നിട്ട് പറഞ്ഞു വമാ ളലമഹുമുല്ലാഹ്, ഇവിടെ അല്ലാഹു തആല ഒരു ദുൽമും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ആദ്യം തന്നെ അസലില്ലാത്ത ഇവരെ തെറ്റല്ലേ? എന്താ? ബിമാ ബയ്യന മിൻ ദയാഇ മാ അൻഫഖൂ മിനൽ അംവാൽ, സമ്പത്തിനാൽ അവർ ചെയ്തത് കൂലി കിട്ടാതെ പാഴായിപ്പോയി എന്നതുകൊണ്ട് അല്ലാഹു ഇവിടെ ദുൽമൊന്നും ചെയ്തിട്ടില്ല. വലാകിൻ അൻഫുസഹും യളിമൂൻ, അവർ ഓരോ നഫ്സിനെയാണ് ദുൽമ ചെയ്യുന്നത് എന്നാ പറഞ്ഞു. കണ്ടോ? എന്തുകൊണ്ട്? ലിമാ അന്നഹും അദാഊഹ, അവർ തന്നെയാണ് അതിനെ പാഴാക്കിയത്. വബിഇൻഫാഖിഹ ഫീ ഗൈരി മർളാത്തില്ലാഹി, അവിടെ ഫീലല്ല. അവരെന്താക്കി? അള്ളാഹുവിൻ്റെ പൊരുത്തമല്ലാത്ത വിഷയത്തിലാണ് ചിലവാക്കിയത്. അപ്പോൾ നിയത്ത് നന്നായിട്ടില്ല. ഇനി പറയട്ടെ, വലാകിൻ അൻഫുസഹും യദ്ലിമൂന എന്നല്ല, യദ്ലിമൂന അൻഫുസഹും എന്നല്ലേ ഉള്ളത്. യദ്ലിമൂന മഫ്ഊലല്ല അൻഫുസഹും. ഇവിടെ എന്തിനാ പറഞ്ഞത്? അൻഫുസിനെ മാത്രം ദുൽമ ചെയ്യുന്നു എന്ന തഫ്സീസിന് വേണ്ടിയിട്ടല്ല, അത് ആയത്തിൻ്റെ കാഫിയെ പിടിച്ചതെന്നാണ് പറയുന്നത്. തഫ്സീസിൻ്റെ ഉജൂഹില്ല. കാരണം നഫ്സിനെ മാത്രമേ ദുൽമ ചെയ്യുള്ളൂ, ജനങ്ങളെ ദുൽമ ചെയ്യില്ല. അതാണ് തഖ്ദീമുൽ മഫ്ഊലി, ഏതാ മഫ്ഊലി? അൻഫുസഹും എന്ന മഫ്ഊലിനെ മുന്തിച്ച് അത് ലിആയത്തിൽ ഫവാസിൽ, ആയത്തിൻ്റെ കാഫി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഖുർആൻ ചില സ്ഥലത്ത് കണ്ടില്ലേ, അതഅനല്ലാഹു വഅതഅനർ റസൂലാ നോക്ക് ചെയ്യുന്നില്ലേ? അഹ്സാബ് സൂറത്ത് നമുക്ക് ഓതിയതാണ്.
അവിടത്തിലെ കൊണ്ട് അത്താൻ റസൂൽ. പക്ഷെ അപ്പുറം ഇപ്പുറൊക്കെ നസബിന്റെ മുകളിൽ വഖഫ് വന്നപ്പോൾ റസൂലാന്ന് വഖഫ് വന്നു. റബ്ബനാ അത്അനാ സാദത്തനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ എന്ന് വഖഫ് ചെയ്തു. അപ്പം ലാലി തഹ്സീസിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ ഓരോ നഫ്സിനെ മാത്രമേ ദുൽമ ചെയ്തിട്ടുള്ളൂ എന്നല്ല, നഫ്സല്ലാത്തവരെയും ഇതുണ്ട് ദുൽമ ചെയ്യാറുണ്ട്. ഇനി അടുത്തിട്ട് ഇനി വാലം ഇതിന്റെ ഉദാഹരണത്തിന്റെ ഇതാ പറയുന്നത്, അന്ന ഇൻഫാഖൽ കുഫാരി, കുഫാറിന്റെ ചെലവാക്കലുണ്ടല്ലോ, ഇമ്മാ യകൂന ലിമനാഫിഇദ് ദുനിയാ ഔ ലിമനാഫിൽ ആഖിറ, ദുന്യാവിന്റെ മൻഫഅത്തിന് വേണ്ടിയാവാം അല്ലെങ്കിൽ ആഖിറത്തിന്റെ മൻഫഅത്തിന് വേണ്ടിയാകാൻ രണ്ടാളുടെ നിയത്തുണ്ടാവില്ലേ. ഇനി പറയാ ഫഇൻ കാന ലിമനാഫിഇദ് ദുനിയാ, മനാഫിഇദ് ദുനിയാക്ക് വേണ്ടിയാണെങ്കിൽ ഒന്നാമത്തെ ഇനമെടുക്ക്, ലം യബക മിൻഹു അസറും അൽബത്ത ഫിൽ ആഖിറ, ആഖിറത്തിൽ അതിന്റെ യാതൊരു അസറും ബാക്കി ഉണ്ടാവില്ല. ഇനി തിരിച്ചു നോക്കിയോ, അല്ല എന്ന് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാകാം. വഇൻ കാന ലിമനാഫിൽ ആഖിറതി, ആഖിറത്തിന്റെ മൻഫഅത്തിന് വേണ്ടിയാണെങ്കിൽ, വലഅല്ലഹും അൻഫഖു അംവാലഹും ഫിൽ ഖൈറാത്തി, ചില ഖൈറാത്തിൽ അവർ ചിലവാക്കാം അല്ലേ. എന്താ ബിബിനാഇ റിബാത്താത്തി, റിബാത്തുകൾ എടുക്കൽ, സാധുക്കളെ താമസിക്കുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, അത് കനാത്തിൽ പാലങ്ങൾ, ുഅഫാക്കൾക്ക് എന്താക്കി കൊടുത്ത്, ഐത്താമിന് കൊടുത്ത്, അറാമിൽ എന്ന് പറഞ്ഞ വിധവകൾക്ക് കൊടുത്ത് അല്ലേ. വക്കാന ദാലിക്കൽ മുൻഫിഖു യർജു മിൻ ദാലിക്കൽ ഇൻഫാഖി ഖൈറൻ കസീറ, ഈ ചെലവാക്കൽ കൊണ്ട് ധാരാളം ഖൈറ് കിട്ടണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നു. വെക്കാം. ഫഇദാ ഖദിമൽ ആഖിറ, ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റഅ കുഫറഹു മുബ്തിലൻ, ആ കുഫർ എന്താക്കി നിലയോ ഇത് മുഴുവനും കാറ്റടിച്ച മതി. അതാണ് ഇത് കൊടുങ്കാറ്റ്. ഇവർ ചെയ്തതാണ് കൃഷി. മുബത്തിലായി ആസാറുൽ ഖൈറാത്ത്, ഖൈറാത്തിന്റെ എല്ലാ ആസാറിനെയും. വകാന കമൻ സറഅ സറഅൻ, അപ്പം ഉദാഹരണത്തിലേക്ക് പോട്ടെ. വകാന കമൻ സറഅ സറഅൻ, ഒരാൾ കൃഷി ചെയ്തതിനെ പോലെയായി. വതവക്കഅ മിൻഹു നഫ്അൻ കസീറൻ, ധാരാളം വിളവ് അതിൽ നിന്ന് പ്രതീക്ഷിച്ച്. ഫഅസാബഹു റീഹുൻ, അതാ നല്ല കഠിനമായ തണുപ്പുള്ള കൊടുങ്കാറ്റ് വന്നിട്ട് ഫഹറക്കഹു എല്ലാം കണ്ട് നശിപ്പിച്ചു. അതാ കുഫറാന്ന കൊടുങ്കാറ്റ്. വലാ യബ്കാ മഅഹു ഇല്ലൽ ഹസ്നു വല്ലസഫ്, ഖേദിക്കലും ദുഃഖിക്കലും അല്ലാതെ വേറൊന്നുണ്ടോ. വനദീറു ഹാദിഹിൽ ആയ, ഇതേ ആയത്തിന് അർത്ഥം വെക്കുന്ന വേറെ തുല്യമായ ആയത്തുണ്ട്. ഇവിടെ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അവർ ചെയ്ത എന്തെങ്കിലും അമലുണ്ടെങ്കിൽ അതിലേക്ക് മുന്നിട്ട് വെക്കുമ്പോൾ അതിനെ ഹബാഅൻ മൻസൂറാക്കിയിരിക്കുന്നു. ധൂളിയില്ലേ, കാറ്റത്തെ പറഞ്ഞ് അതുപോലെയായിപ്പോയി. ഖാല മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ലി അഖുൻ ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ സുഹൃത്തുക്കളായ ഒരു അഖുണ്ടായിരുന്നു. യസൂറുനി, അദ്ദേഹം എന്നെ കാണാൻ വരും. ഫീ സിദ്ദത്തി വറഖായി, എനിക്ക് പ്രയാസമുണ്ടായാലും സന്തോഷമുണ്ടായാലും അയാൾ എന്നെ കാണാൻ വരും. അപ്പൊ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും എന്താക്കും, കാണാൻ വരും. വക്കാന കസീറൽ ഇബാദത്തി വത്തഹജ്ജുദി വൽ ബുക്കാ, ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു, തഹജ്ജുദ് ഉണ്ടായിരുന്നു, കരയുന്നവരുമായിരുന്നു. ഫഖത്തുഹു അയ്യാമൻ, കുറച്ച് ദിവസം കാണാണ്ടായി, അയാൾ വരുന്നില്ല. നോക്കുമ്പോൾ ഫഖീലലി, എന്നോട് പറയപ്പെട്ടു, ഹുവ ലഈഫും മരീദുൻ, രോഗിയായിക്കൊണ്ട് കിടക്കുകയാണ്. ഫഅതൈതു ബാബഹു, അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഫതറഖതുഹു, വാതിൽ മുട്ടി. ഫഖറജത് ഇബ്നതുഹു, മകളാണ് പുറത്തു വന്നത്. അങ്ങനെ ഫദഖൽതു, ഉള്ളിക്കേറി. ഫവജതുഹു ഫീ വസ്തിദ്ദാർ, വീട്ടിൻ്റെ നടുവിൽ നിന്നിട്ട് അയാൾ ഇങ്ങനെ വഹുവ മുൽതജിഉൻ അലാ ഫിറാശി, കിടക്കയിൽ ഇങ്ങനെ കടന്നിട്ടുണ്ട്. വഖദ് ഇസ്വദ്ദ വജ്ഹുഹു, അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ കറുത്തിട്ടുണ്ട്. വസ്റഖത്ത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ കണ്ണാണെങ്കിലോ ഇങ്ങനെ നീല നിറം ബാധിച്ചിട്ടുണ്ട്, കണ്ണിനെല്ലാം മാറ്റം. വഗലദത് ശഫതാഹു, അദ്ദേഹത്തിൻ്റെ ചുണ്ടെല്ലാം തടിച്ചിട്ടുണ്ട്, വീങ്ങിയിട്ട്. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, യാ അഖീ, അഖേ അക്സിർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പെരുപ്പിച്ചോളീ എന്ന് പറഞ്ഞു. എന്താണ് മരണത്തിന് പക്കത്ത് ഇപ്പോഴുള്ളത്. പിന്നീടാ ഫതഹ ഇലൈഹി, ഇത് കേട്ടപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്ന് വനലറയിലെ ശസരൻ, എന്നത് പേടിപ്പിക്കുന്ന രീതിയിൽ തുറിച്ചു നോക്കി. എന്താ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫസിയത്ത്, ഞാൻ തന്നെ പേടിച്ചു.
ആ നോട്ടം കണ്ടിട്ടുണ്ട്. ഹത്ത ഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ്, ലഇല്ലം തഖുൽഹ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂലെങ്കിൽ ലാ ഗസ്സൽതുക, ഞാൻ നിന്നെ കുളിപ്പിക്കൂല, വലാ കഫൻതുക, നിന്നെ ഞാൻ കഫനും ചെയ്യൂല, വലാ സല്ലൈതു അലൈക, നിന്നെ നിസ്കരിക്കുകയും ചെയ്യൂല എന്ന് പറഞ്ഞു. ചെല്ലാൻ പറഞ്ഞിട്ടല്ലാതെ ദേഷ്യം പറഞ്ഞേ. ഫഖാല യാ അഖീ മൻസൂർ, എൻ്റെ സുഹൃത്തായ മൻസൂറെ, ഹാദിഹി കലിമത്തുൻ, ഇത് നിങ്ങൾ പറഞ്ഞു തന്ന കലിമത്ത്, ഖദ് ഹീല ബൈനി വബൈനഹാ, എൻ്റെയും ആ കലിമത്തിൻ്റെ ഇടയിൽ ഒരു തടസ്സം വന്നിട്ടുണ്ട്, അതിന് ചെല്ലൂല എന്നാ പറഞ്ഞത്. ബൈനി വബൈനഹാ, എൻ്റെ ഇടയിൽ ഒരു മറ വന്നിട്ടുണ്ട്. ഫഖുൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ഞാൻ പറഞ്ഞു. ഫായിനത്തിൽക്ക് സ്വലാത്തു, നീ കുറേ കാലം നിസ്കരിച്ചില്ല, എല്ലാം അവിടെ പോയി. വസ്സിയാമ്, കുറെ നോമ്പുണ്ടായിരുന്നു. വത്തഹജ്ജുദു, തഹജ്ജുദ് ഉണ്ടായിരുന്നു. ഖിയാമുൽ ലൈലൊക്കെ ഉണ്ടായിട്ടില്ലേ, എന്താ അത്? ഫഖാല യാ അഖീ കുല്ലു ദാലിക കാന ലിഗൈരി വജ്ഹില്ലാ, അതൊന്നും അല്ലാഹ്ക്ക് വേണ്ടി ചെയ്തതല്ല, പേരടിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തായി? മരിക്കാൻ കിടക്കുന്ന കാലത്ത് എല്ലാം കൊണ്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കിടത്തുമ്പോൾ ചെല്ലൂല എന്ന് പറഞ്ഞു. ചെല്ലം കൽപ്പിച്ച ആളെ കൊണ്ട് എന്താക്കി? പേടിപ്പിച്ചു. ഇന്നമാ കുന്ത അഫ്അലു ദാലിക, അതൊക്കെ ചെയ്തതിനാൽ യുഖാല വഉദ്കറ ബിഹി, അതുകൊണ്ട് എൻ്റെ പേര് പ്രശസ്തിയാക്കണം. ഫഇദാ ഖലൗതു ബിനഫ്സി, ഞാൻ ഒറ്റക്കായ ഖല്ലഖത്തുൽ അബ്വാബ, വാതിലുകൾ അടക്കും. വറഹൈതു സുതൂർ, അതിന് വിരിയെല്ലാം തൂക്കിയിട്ട്. വബാറത്തു റബ്ബി ബിൽ മആസി, കുറ്റകൃത്യങ്ങളെ കൊണ്ട് ഞാൻ എന്താക്കും? റബ്ബിനെ വെല്ലുവിളിക്കലാണ്. ഇതാണ് അയാൾക്ക് പറ്റിയത്. അപ്പം എന്താക്കി? മരിക്കാൻ കിടക്കുന്ന കാലത്ത് കലിമയല്ലാതെ പോയി. എന്നോട് തീർന്ന്. ഫലാ ഗറൂറ ലിൽ ആഖിലി, അതുകൊണ്ട് ആഖിൽ എന്നെ ഗുറൂർ പറ്റൂല. അത് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഗുറൂർ നമ്മളെ ഹയ്യൽ ഓതിയത് എന്തുകൊണ്ട്? ബി കസ്റത്തിൽ അഅമാലി വൽ അംവാൽ, ധാരാളം അമൽ ചെയ്യുന്നുണ്ട്, ധാരാളം പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുറൂർ നടിക്കാൻ പറ്റൂല. അപ്പോൾ ഇദാ ലം തകുൻ നിയ്യത്തുഹു സഹീഹത്തൻ, അദ്ദേഹത്തെ നിയ്യത്ത് സഹിയല്ലെങ്കിൽ എന്തിന്? ഫീമാ യജ്രി അലൈഹി മിനൽ അഹ്വാൽ, എന്തെല്ലാം അഹ്വാൽ അദ്ദേഹത്തിന് സംഭവിക്കുന്നു, അതിലൊക്കെ നിയ്യത്ത് സഹിയില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പറയുന്നു, ഫഅൈനല്ലദീന ആസറുൽ മൗല അലാ കുല്ലി മാ സിവാഹു, എല്ലാത്തിനേക്കാളും മൗലയായ അള്ളാഹുവിന് മുൻതൂക്കം കൊടുത്തവർ എവിടെ കിടക്കുന്നു? ഇത് വെച്ച് ഫവജദുൽ ഫഖറ അഅസ്സ മിനൽ ഗിന, ഫക്കീർത്തനം വന്ന ഗിനയേക്കാൾ അതാണ് എനിക്ക് തൃപ്തികരം എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. വദ്ദുല്ല അലദ്ദ മിനൽ ഇസ്സ, ദുല്ല് എന്നുള്ള നിസ്സാരത എന്നുള്ളത് എന്താക്കി? ഇസ്സത്തിനാക്കാണ് അവർക്ക് രുചികരമായ ആളുകളുണ്ട്. വബദലു അംവാലഹും വഅർവാഹും ഫീ സബീലില്ലാഹ്, അവരുടെ സമ്പത്തും അവരുടെ റൂഹിനെ തന്നെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയ ചില വിഭാഗമുണ്ട്. അവരും ഇവരും തമ്മിൽ എവിടെ കിടക്കുന്നു? അകലം. ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലെത്തിയാൽ തിരിയുന്ന പറയും. ഇപ്പം നിങ്ങൾ പണമുണ്ട്, അതുണ്ട്, മക്കളുണ്ട്, ഇന്ന് അമൽ ചെയ്ത് അങ്ങനെ ആക്കിയിരുന്നു, ഇതെല്ലാം നിങ്ങളെ മതിമറപ്പിച്ചിട്ടുണ്ട്, ഖബറിലെത്തിയാൽ ഹഖീഖത്ത് തിരിയുന്ന. സുമ്മ ഖാല, പിന്നെ തങ്ങൾ പറഞ്ഞു, യഖൂലു ഇബ്നു ആദമ മാലി, മനുഷ്യൻ പറയും എൻ്റെ പൈസ, എൻ്റെ പൈസ അല്ലേ? നിനക്ക് എത്ര പൈസ ഉണ്ടില്ലേ? 2/3 ഒരാൾക്ക് പോയി, 1/3 ഒരാൾക്ക് പോയി, 1/4 വേറൊരാൾക്ക് പോയി, പകുതി ഒരാൾക്ക് പോയി, 8 ഒരാൾക്ക് പോയി, 6 ഒരാൾക്ക് പോയി. നിനക്ക് പൈസ എവിടെയാണ്? വഹല്ലക മിൻ മാലിക്, നിന്റെ മുതലാണെന്ന് പറയാൻ എന്തുണ്ട്? ഇല്ലാമ അക്കൽത, തിന്നിട്ട് ഫാഫനൈത, എന്താ? തടിക്ക് പിടിക്കണം, എന്നാ നിന്റെ തിന്നപാട് പറഞ്ഞൂടാ. കാരണം ഛർദ്ദിച്ച് പോയെങ്കിൽ കാക്കൻ തിന്നും, ആ കാക്കനുള്ള ഭക്ഷണം, അതിനാ ഫാഫനൈത്ത കൂട്ടിയത്. ആ ലബിസ്ത, അല്ലെങ്കിൽ ധരിച്ചിട്ട് ഫാബിലൈത്ത, അതിനുള്ളിടത്തോളം ഉപയോഗിച്ചിട്ട് നുരുമ്പി തീരണം. ആ തസദ്ദഖത, അല്ലെങ്കിൽ സദക്ക ചെയ്തിട്ട് ഫംദൈത, അതിൻ്റെ കൂലി എന്താക്കി? അല്ലാഹു തആലാക്ക് അതിൻ്റെ കൂലി കിട്ടുന്ന രൂപത്തിലാക്കി. അത് അഖ്റജഹു മുസ്ലിം ഫി സുഹുദി. അതുകൊണ്ട് എന്താണ്? ഫഅലൈക ബിൽ ഖനാഅതി വതഖ്ലീലിദ് ദുനിയ, ദുനിയാവിനെ കുറച്ച് പിടിക്കുകയും ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുകയും, വലാ തഗ്തറ ബി അസ്ഹാബിൽ അംവാലി വൽ ജാഹ്, കുറേ ജാഹുണ്ട്, കുറേ പൈസ ഉണ്ട് എന്നുണ്ടൊന്നും വഞ്ചിക്കത്തിനാവണ്ട എന്നാ പറയുന്നു. എവിടെ എത്തും? വഖഫിന് ഏതാ സ്ഥലം?
ഒരു ബുടനും ബാഹിതാക്കിയാൽ 10 മിനിറ്റ് കൊണ്ട് അടുത്തു. ഏത് ഉഹദ് യുദ്ധത്തിലേക്ക് എത്തുന്നു. എന്താ ചുരുക്കത്തിൽ എന്താണ്? ദീനില്ലാത്ത മുനാഫിക്കിനെയും മറ്റും നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് രഹസ്യങ്ങളൊക്കെ എന്താക്കും ഓർക്ക് ചോർത്ത് കിട്ടുന്ന രൂപത്തിലാക്കിയാൽ നിങ്ങൾ അടുത്ത് ചതിക്കും. കച്ചവടത്തിന് കുറു കൂട്ടി മറ്റേന് കുറു കൂട്ടി എന്താക്കുള്ള രഹസ്യമെല്ലാം ഓനെ ചോർത്തി. ഇവനെന്താക്കും നിങ്ങൾ എവിടെ കൊടുക്കാൻ പറ്റുന്ന നോക്കിയിട്ട് കൊണ്ടിട്ടും പലതും കൊടുക്കുന്ന അങ്ങനെയാണ്. അതൊരു മുസ്ലിമിനോ കുടുംബക്കാർക്കോ ആണെങ്കിൽ തൽക്കാലം മുസ്ലിമിന് കിട്ടിയല്ലോ എന്ന് വിചാരിക്കാനാണ്. അല്ല എൻ്റെ കുടുംബക്കാർക്കല്ലേ എന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ ചതി കൊടുക്കും. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم. ഒരു നഹി, മുഅ്മിനീങ്ങളെ ലാ തത്തഖിദു, നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടുള്ള ബിത്താനത്ത് എന്നാണ് നിങ്ങൾ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ഒരു ചങ്ങായി. നിങ്ങളെല്ലാം ഉള്ളു തുറന്നു പറഞ്ഞ് ഓനടക്കുണ്ടാക്കിയില്ലേ. അതാ മിൻ ദൂനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടാണെന്ന മുസ്ലിമീങ്ങളെ ഒഴിവാക്കിച്ച്. അത് മുസ്ലിമിനെ അതിൽ നിന്ന് ഒഴിവാക്കി. മുസ്ലിമായ ഒരാളാണെങ്കിൽ എൻ്റെ മുസ്ലിമിനെ കിട്ടിയെന്ന സമാധി കാണിക്കാമല്ലോ. അതാ നസലത്ത് ഫീ ഖൗമിൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ഖൗമിൻ്റെ കാര്യത്തിലാണ് ഈ ആയത്ത്. കാനു യുസാദിഖൂനൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളോട് അവർക്ക് വല്ലാത്ത കൂട്ടുകെട്ടാണ്, വല്ലാത്ത വിശ്വാസം. ചില കെട്ടിടങ്ങളൊക്കെ എന്താക്കും കൂറു കൂട്ടും. അവൻ വേറെ ആളെന്താക്കും അവനെ ചാടിക്കാൻ വേണ്ടി പണിയെടുത്തു. മറ്റവൻ്റെ അധികാരത്തിൽ വരുമ്പോൾ പിന്നെ മറ്റവൻ്റെ കൂറു കൂട്ടി എല്ലാം ചതിച്ചു. ഫനഹാഹുമുല്ലാഹു തആല അൻ ദാലിക, അതെന്താക്കി അല്ലാഹു തആല വിരോധിക്കുകയാണ്. ബിഖൗലി ലാ തത്തഖിദു ബിതാനത്തൻ. എന്താ ബിതാനത്ത് എന്ന് പറഞ്ഞാൽ ബിതാനത്തു റജുലി സാഹിബ് വലീജത്തിഹി, ഇവൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ഒരു ചങ്ങായി. എനിക്ക് എത്ര പൈസ ഉണ്ട്, എത്ര ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്, അതവിടെ താക്കോല് വെക്കല്, അവിടെ നിന്നാക്കല്, ഇതാക്കല് എല്ലാം എൻ്റെ ഗെയിമിലുണ്ടാവും. പൊട്ട് വമൻ യഅരിഫു അസ്റാറഹു, ഇവൻ്റെ അസ്റാറുകളെയും അറിയും. ഫിഖത്തൻ ബിഹി, അവനെ കൊണ്ട് വലിയ വിശ്വാസമാണ്. പിന്നെ അപ്പൊ ബിത്താനത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളി ധരിക്കുന്ന കുപ്പായത്തിനാ പറയുന്നത്. ആ ബനിയനായിട്ട് ഇടുന്ന എന്നുവെച്ചാലോ നിങ്ങളെ ദേഹവുമായി ഏറ്റവും അടുത്ത സാധനം. പുറത്ത് ധരിക്കുന്നത് അത്രത്തോളം എടുക്കൂലല്ലോ. അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാക്കി വെക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അതാ ബിത്താനത്ത് എന്താക്കി ബിത്താനത്ത് സൗബ അല്ലത്തി തലീ ബത്നഹു, അവൻ്റെ ബത്തിനോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രമല്ലേ ബനിയൻ. ഏതുപോലെ കമാ ശബ്ബഹൽ അൻസാറു ബിശ്ശിആർ, അസ്ഹാബികളിലെ അൻസാരികൾ എന്താക്കി ഷിആറിനോട് ഹദീസിൽ തസ്ബീഹാക്കിയിട്ടുണ്ട്. അൻസാരികളെ ഖാദ അലൈഹിസ്സലാത്തു വസ്സലാം അൽ അൻസാറു ഷിആറുൻ വന്നാസു ദിസാറുൻ എന്ന്. അൻസാരിമാരെ ഷിആർ എന്ന് പറഞ്ഞാൽ പുറത്ത് ധരിക്കുന്ന ഉള്ളി ധരിക്കുന്ന വസ്ത്രം, ദിസാർ എന്താക്കി പുറമേ ധരിക്കുന്ന പുതപ്പ്. അൻസാരിമാരെന്താക്കി ഷിആർ. അതുപോലെ തന്നെയാണ് ഏത് ബിത്താനത്ത് എന്ന് പറഞ്ഞാലും. അതെ, വന്നാസു ദിസാറുൻ, ജനങ്ങൾ ഒരു പുറമ്പുതുപ്പാണ്. അപ്പം തങ്ങളുമായി ഏറ്റവും അടുത്തവരും തങ്ങളെല്ലാം കൂടുതൽ അറിയുന്നവരായിരിക്കും അൻസാരിമാരായിരിക്കും. മിന്ദൂനിക്കും എന്ന മിന്ദൂനിൽ മുസ്ലിമീങ്ങളെ കൂട്ടാണ്ട്. എന്നാ ഇവരെന്താ ചെയ്യല്? ലാ യഅലൂനകും ഖബാല, നിങ്ങൾക്ക് ഒരൊട്ടും മുടക്കം വരുത്തൂല. ഖബാ, നിങ്ങളെ ചതിക്കലിനെ. ചതിക്കലിന് ഒരു മുടക്കവും വരുത്തൂല. എത്രത്തോളം ചതിയുണ്ട് അതെല്ലാം ഉപയോഗിക്കുന്നവർ. ലാ യഅലൂന എന്ന് പറഞ്ഞത് ഏതാ ഫീല്? അല എന്നത് ഫീലാണ്. ഇത് അല എന്ന് വിളിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നാലോ അല്ല, ഇതൊരു ഫീലാണ്. അല യഅലു ഫിൽ അംരി, ഒരു കാര്യത്തിൽ അലാ ഫിൽ അംരി എന്ന് പറയും. ഒരു കാര്യത്തിൽ എന്താക്കി ഇതാ കസ്റ ഫീഹി, അതിൽ ഉപേക്ഷ വരുത്തിയാൽ. അപ്പൊ ലാ യഅലൂനക്കും അത് ഒന്നാം മഫ്ഊലാണ്, ഖബാലൻ രണ്ടാം മഫ്ഊലാണ്. അപ്പൊ നിങ്ങൾക്ക് അവർ ഒട്ടും കുറവ് വരുത്തൂല. ചതിക്കലിന് ഒരു കുറവും വരൂല. ഉള്ളിടത്തോളം വെല്ലുണ്ട് നല്ല ഉപയോഗിക്കും. സുമ്മസ്തുഅ്മില മുഅദ്ദൻ ഇലാ മഫ്ഊലൈനി, രണ്ട് മഫ്ഊലേക്ക് ഇട്ടെടുക്കും. അതെ, ഇതുപോലെ ലാ ആലൂക നുസ്ഹൻ എന്ന് പറയും. നിന്നോട് ചെയ്യാനുള്ള ഒരു നുസ്ഹും ഞാൻ ഒട്ടും കുറക്കൂല. ഉള്ളിടത്തോളം എന്താക്കും? നുസ്ഹ് തരും. ഏതാണ്?
അപ്പൊ രണ്ട് മഫൂലിട്ടി എങ്ങനെ അല തളുമീന് മാനൽ മൻ ഈ മുടക്കം വരുത്തുക എന്ന മാന ഉണ്ടാകുന്നതിന് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ മന ഫുലാനൻ താം, ഒരു മനുഷ്യന് ഭക്ഷണം മുടക്കിയെന്ന ഒരു രണ്ട് മഫൂലില്ലേ, അതേ അർത്ഥാണ്. അയ്യല്ലാ അംനഉക നുസ്ഹൻ, ഓരോ നുസ്ഹും ഞാൻ എനിക്ക് എന്താവില്ല തടസ്സം ചെയ്യൂല, എല്ലാം തരുമെന്ന്. അതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കും. ഖബാർ ഖബാർ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഫസാദു, ഫസാദാണ്. ഐ ലാ യുകസ്സിറൂന ലക്കും ഫിൽ ഫസാദ്, ഫസാദ് ചെയ്യുന്ന വിഷയത്തിൽ ഒരു കുറവും വരുത്തൂല എന്നായി. എന്താണ്? അബിൽ മക്രി, പല ചതികളുണ്ടാകും. വൽ ഖദീഅത്തി, നിങ്ങൾ അറിയാതെ ചതി കൊടുക്കുന്നുണ്ടാകും. വലാ യത്റുകൂന ജുഹദഹും ഫീമാ യൂരിസുകും അശ്ശർർ, നിങ്ങൾക്ക് ഷർറിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യത്തിലും അവർ എന്താകൂല, അധ്വാനം ഒഴിവാക്കാതെ കണ്ട് സ്ഥിരം അതിൽ തന്നെയായിരിക്കും. അങ്ങനെ കുറെ കച്ചവടക്കാർ പെട്ടിട്ടുണ്ട്. അവർ ആഗ്രഹം പറയുന്നു വദ്ദു മാ അനിത്തും, ഒരു കുറ്റിമ്പം പറഞ്ഞു. രണ്ടാമത്തത് വദ്ദു മാ അനിത്തും, നിങ്ങൾ കുടുക്കിപ്പെടാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തമന്നൗ അനത്തക്കും, നിങ്ങൾ വളരെ മശക്കത്തിലും കുടുക്കിലും പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഈ മശക്കത്തക്കും വസിദ്ധത്തെ നിററിക്കും, നിങ്ങൾ കഠിനമായ നിററ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന്. ഇനി 3, ഖദ്ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായയിൽ നിന്ന് ആ വെറുപ്പിത പുറത്തു വരുന്നവരുടെ സംസാരം കേട്ട് നോക്കിയാൽ നിങ്ങളോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസാരമായിരിക്കും സംസാരത്തിന് വരിക, വാചകത്തിൽ. അന്നും ചോദിക്കും, ആ വെറുപ്പ് പ്രകടമാക്കുമോ? അവർ നല്ല നാട്യം കഴിച്ചല്ലേ കൂടല്, ഓർക്കാ പുറത്ത് വന്നു. ആ അതാ പറയുന്നത്. ഐ കത് ലഹറത്ത് അലാമത്തുൽ അദാവത്ത് ഫീ കലാമിഹിം, അവരുടെ കലാമിൽ നിന്ന് ശത്രുതയുടെ അലാമത്താണ് പുറത്തു വരുന്നത്. അൽ ഖാരിജി, ഏത് കലാമ്? മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന കലാമിൽ എന്തുണ്ടാകും? അദാവത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയും. എന്നാലോ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ എന്താ സ്റ്റോക്ക് ഉണ്ടെന്നറിയോ? വമാ തുഖ്ഫീ സുദൂറുഹും അക്ബർ, അവരെ മനസ്സിലൊളിപ്പിച്ച് വെച്ച അദാവത്ത് ആണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ധാരാളവും വലിപ്പത്തും കൂടുതലാണ് കിടക്കുന്നുണ്ട്. ഇത് കുറച്ചേ പുറത്ത് വന്നിട്ടുള്ളൂ. ഇതിനാ എന്തിനാക്കാണ്? അക്ബർ മിമ്മാ ബദാ, പുറത്ത് വന്ന അളവിനേക്കാണ്. എന്തുകൊണ്ടല്ലേ? അന്ന ബുദുബഹു, ആ ബഗ്ളാഇന്റെ കലാമ് പുറത്ത് വന്നത് ലൈസാൻ തബിയത്ത് മുഖ്തിയാരിൻ, അത് ആലോചിച്ചിട്ട് വന്നതല്ല, ഓർക്കാ പുറത്ത് വന്നു പോയതാണ്, തുളിമ്മിപ്പോയതാണ്. അല്ലെങ്കിൽ എന്താക്കും? പിടുത്തം കിട്ടി പോകുന്നുണ്ടാല് വെളിപ്പാട്ടില്ല, ചങ്ങായിമാരല്ല നിൽക്കല്. അപ്പോൾ തുളുമ്പിയ തുള്ളികൾ മാത്രമേ ഉള്ളൂ ഇത് പുറത്തു വന്നത്. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് ധാരാളമുണ്ട്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്ത് ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതാ വ്യാഖ്യാനിച്ച് തന്നിട്ടതാ, നീ ചങ്ങായിനെ കൂട്ടണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോളി. പറയേണ്ട അറിയതാ പറഞ്ഞു തന്നിട്ട്. അതാ ആയത്തിന്റെ അദ്ദാലത്ത് അലാ വുജൂബിൽ ഇഖ്ലാസ് ഫിദ്ദീൻ, ദീനിൽ ഇഖ്ലാസ് വേണമെന്നാണ് കഴിഞ്ഞ വിഷയം. അതുപോലെ മുആദാത്തിൽ കാഫിരീങ്ങളോട് എന്താക്കണം? മുആദാത്ത് വേണമെന്നാണ് ഇപ്പം രണ്ടാമത് പറഞ്ഞ വിഷയം. എല്ലാം പറഞ്ഞു തന്നിട്ടതാ. ഇൻ കുന്തും തഅഖിലൂൻ മാ ബയ്യന്നാ ലക്കും ഫതഅമലൂന ബിഹി, അതുകൊണ്ട് അമൽ ചെയ്തു. ഇനി അവർ പരിപാടി തന്നിട്ടില്ല, എന്താക്കും? അവരെ നിങ്ങളെ ഇഷ്ടപ്പെടില്ല, ഇങ്ങോട്ട് സ്നേഹമില്ല. പക്ഷെ നിങ്ങൾ എന്താക്കി? പൂർണ്ണമായി അംഗീകരിച്ചിട്ട് അങ്ങോട്ട് വല്ലാത്ത സ്നേഹം കൊടുക്കുകയും ചെയ്യും. നോക്ക്, ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും. ഹാ എന്ന് പറഞ്ഞാൽ അറിയണം. അൻതും എന്ന് പറഞ്ഞാൽ അൻതും അയ്യുഹൽ മുഅ്മിനൂൻ. ഇനി ഉലൈൽ മുഖ്തിഊന ഫീ മുവാലാത്തിഹിം, അവരുടെ ആ മുവാലാത്തുണ്ടല്ലോ, സ്നേഹത്തിന്റെ, അതിൽ പിഴവ് പറ്റിപ്പോയ വിഭാഗമേ, തുഹിബ്ബൂനഹും, നിങ്ങൾ അവർ ഇഷ്ടപ്പെടും. വലാ യുഹിബ്ബൂനകും, അവർ നിങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടാണ്? ലിമാ ബൈനകും മിൻ മുഖാലഫത്തി ദീൻ, ദീനുമായിട്ട് ഒക്കുന്നില്ലല്ലോ. ആ പേരാക്കി അടുത്തിട്ടുണ്ട്. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എല്ലാ കിതാബുകൊണ്ടും വിശ്വസിക്കുകയും ചെയ്യും. തൗറാത്ത് കൊണ്ടും വിശ്വസിക്കുന്നുണ്ട്, ഇഞ്ചീൽ കൊണ്ടും വിശ്വസിക്കുന്നുണ്ട്, ഖുർആൻ കൊണ്ടും വിശ്വസിക്കുന്നുണ്ട്. അടാ ബിജിൻസിൽ കിതാബി, ബിൽ കിതാബി എന്ന് പറഞ്ഞാൽ ജമീഅൻ വൽ മാന, അർത്ഥം എന്തായി? ലാ യുഹിബ്ബൂനകും, അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വൽ ഹാലു അന്നകും തുഅ്മിനൂന ബി കിതാബിഹിം, അവർക്കിറക്കപ്പെട്ട കിതാബ് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണല്ലോ.
ആ ജിഹത്തിൽ കൂടി എന്താക്കണം, നിങ്ങളെ ഇഷ്ടപ്പെടേണ്ടതായിരുന്നല്ലോ. ഫമാ ബാലുക്കും തുഹിബ്ബൂനഹും, നിങ്ങളവസ്ഥ എന്താ, നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു. ബഹും ലാ യുമിനൂന ബി കിതാബിക്കും, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബ് കൊണ്ട് ഓർ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ അവരിങ്ങോട്ട് വിശ്വാസം തരാൻ, സ്നേഹം തരാനാണല്ലോ കടമയുള്ളത്. വഫീഹി തൗബീഖുൻ, ഇതിൽ ഒരു ആക്ഷേപസ്വരമുണ്ട്. ബി അന്നഹും ഫീ ബാത്തിലിഹിം, അവരുടെ ബാത്തിലായ വിഷയത്തിൽ അസ്ലബു, അവർ പൂണ്ട് പിടിച്ചിട്ടുണ്ട്. മിൻകും ഫീ ഹഖീക്കും, ഹക്കായ വിഷയത്തിൽ നിങ്ങൾ പൂണ്ട് പിടിച്ചതിനാക്കാണ് ബാത്തിലിന്റെ വിഷയത്തിൽ അവർ വല്ലാണ്ട് മുറുകെ പിടിച്ചിട്ടുണ്ടെന്നാണ്. ഇനി അടുത്തൊന്ന്, വഇദാ ലഖൂകും ഖാലൂ ആമന്നാ, നിങ്ങളെ കണ്ട് മുട്ടിയാൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് എന്താക്കും, നിഫാക്കാന്ന് അല്ലേ. വഇദാ ഖലൗ, എന്നാൽ ഇവിടുന്ന് ഒഴിഞ്ഞ് ഫകാന ബഅദുഹും മകാന ബഅദിൻ, വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം മുമ്പ് പറഞ്ഞില്ലേ. അള്ളൂ അലൈക്കും അലാമില, അവർ എന്താക്കുന്നു, വിരല് കടിക്കും. ഏനാ മിനൽ ഖൈൽ, നിങ്ങളോടുള്ള വെറുപ്പ് കാരണത്താൽ, ദേഷ്യം കാരണത്താൽ വിരൽ കടിക്കും. അയ്യടാ, കിട്ടുന്ന ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലാന്ന്. ഐ മിൻ അജ്ലിഹി മിനൽ ഖൈലി എന്ന് പറഞ്ഞ ഖൈലിനാൽ തഅസ്സുഫൻ വ തഹസ്സുറൻ, അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ട് ഹൈസു ലം യജിദു ഇല തശഫീ സബീലൻ, ആ കോപം തണുപ്പിക്കുവാനുള്ള ഒരു കാര്യം നിങ്ങളെ വക്കൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല, ചാൻസ് കിട്ടിയില്ല. അപ്പൊ ആരോടാണ് മിനൽ ഖൈദ് എന്ന് പറഞ്ഞാൽ, ഖൈദ് ആരോടുള്ള ഖൈദ്, വൽ ഖൈദു മിനൽ മുഅ്മിൻ അലൽ മുഅ്മിനി, മുഅ്മിനോടാണ് ഈ ഖൈദ്. ഹത്താ തബ്ലുഗ തിൽക ശിദ്ദതു, ആ ഖൈദിലുള്ള കടുപ്പം തായിന്നറിയോ, എത്തിയില്ല അല്ലിൽ അനാമിദി, വിരൽ കടിക്കലേക്ക് എത്തി. എന്തുകൊണ്ടാണത്, വൈന്നമാ ഹസല ലഹും ഹാദൽ ഖൈദു ശദീദ്, ഈ കഠിനമായ ഈ വെറുപ്പ് അവർക്ക് കിട്ടിയെന്തുകൊണ്ടാ, ലിമാ റഔ മിൻ ഇഖ്തിലാഫിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി സഹകരിച്ചിട്ട് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന കാണുമ്പോഴാണ് ഈ ഖൈദ് ഉണ്ടാകുന്നത്. അതിനാന്താക്കുക, ചടങ്ങിന് പാല വെച്ചിട്ട് 5-10 ചിരി തിരിവുണ്ടാക്കി അടി തന്നെ. വജ്തിമായി കലിമത്തിയും, അവരെ കലിമത്ത് മുഴുവനും ഒറ്റയിൽ ഏകീകരിച്ചിട്ടുണ്ട്. വസലാഹി ദാത്തി ബൈനിഹിം, ഇവരിടയിൽ നല്ല സലാഹും നടക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്താകും, ഖൈദുൻ ശദീദായി. അതിൽ നിന്ന് അവർക്ക് മുതലെടുക്കാൻ കഴിയാഞ്ഞാൽ എന്താകും, അയ്യോ നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ, നമുക്ക് സാധിച്ചില്ലല്ലോ എന്നെന്താക്കും, വിരൽ കടിക്കും. എന്നാ കുൽ, തങ്ങൾ പറയണം, മൂത്തു ബി ഖൈലിക്കും, നിങ്ങളെ കോപത്തോടെ ഇങ്ങനെ ചാത്തോടാണ് മൂത്തു. അതായത് ദുആഉൻ അലൈഹിം ബിദവാമിൽ ഖൈദി വസിയാദത്തി, നിങ്ങളെ ഖൈദും സിയാദത്തും ദായിമയായി നിൽക്കട്ടെ എന്നെന്താക്കണേ, ഒരു ദുആയാണ്. അതിനർത്ഥം എന്താ, ഇപ്പുറം ഇഖ്തിലാഫും പിന്നെ ഇജ്തിമാഉം കലിമത്തും ഉണ്ടാവട്ടെ. അപ്പൊ അതിനെ മരിക്കുന്ന അതാ ഇലാ അൻ യുഹ്ലികൂ ബിഹി, അതുകൊണ്ട് ഓർ ഹലാക്കാട്ടെ. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല അറിയുന്നവനാണ്. കുല്ലഹും ഇന്നല്ലാഹ അലീമും ബിഅദാവത്തിസ് സുദൂർ, ദാത്തിസ് സുദൂർ എന്ന് പറഞ്ഞാൽ എന്താ, സുദൂറിലുള്ള കാര്യം എന്നല്ലേ, ഇവിടെ ഉള്ളത് അദാവത്താണ് ഇതില്ല. അപ്പൊ ഫയഅലമു മാ ഫീ സുദൂരിക്കും, നിങ്ങളെ കൽബിലുള്ളതും അല്ലാഹുക്കറിയാ. മിനൽ ബഗ്ളാഇ വൽ ഹനഖി, അടന്നുള്ള ഹൽക്ക് എന്നല്ല, അതുപോലെ ഹനഖി എന്നാണ്. ബഗ്ളാഉ ഹനഖി ഏതോ അർത്ഥം, കോപം, പക, രണ്ടും തന്നെ. അതും അല്ലാഹു അറിയും. അപ്പൊ കൽബിൻ്റെ ഉള്ളിൽ എന്താണോ, അദാവത്താണോ, എല്ലാം ഉള്ളതല്ല. ഇനി ഓരോ സ്വഭാവം തീർന്നിട്ടില്ല. ഇൻ തംസസ്കും ഹസനതുൻ തസുഉഹും വഇൻ തുസിബ്കും സയ്യിഅതുൻ യഫ്റഹൂ ബിഹാ. ഇൻ തംസസ്കും ഹസനതുൻ, നിങ്ങൾക്ക് ഒരു ഹസനത്ത് തൊട്ടാൽ, അപ്പൊ നല്ലോണം കിട്ടണ്ട, ഒന്ന് തൊട്ടാൽ മതി. എന്നാൽ തസുഉഹും, ഓർക്ക് വളരെ വെറുപ്പാണ്. അത്ര പോലും തൊടുന്ന ഹസനത്ത് പോലും കിട്ടാൻ പാടില്ല എന്നാണ്. അതാ തുസിബുക്കും അയ്യുഹൽ മുഅ്മിനൂന ഹസനത്ത്, അതാ തംസസ്കുംന്റെ മാനയാണ് തുസിബുക്കും അയ്യുഹൽ മുഅ്മിനൂൻ. ഹസനത്ത് ഏതാ, ഹസനത്ത് പറഞ്ഞു അതെങ്ങനെയാ, നിങ്ങൾക്ക് ഹസനത്ത് ബിദുഹൂരിക്കും അലാദുബിലക്കും, നിങ്ങളെ ശത്രുക്കളെ മേൽ നിങ്ങൾ വിജയിച്ച്. അപ്പൊ ഗനീമത്തും കിട്ടി, തനാലൂലഹ, നിങ്ങൾക്ക് ഗനീമത്തും കിട്ടി. ഇങ്ങനത്തെ എന്തെങ്കിലും അല്പമെങ്കിലും നിങ്ങൾ സ്പർശിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. തസുഉഹും ഐ തുഹ്സിനുഹും ഹസദൻ, ഹസദ് കാരണത്താലാ. ഇതിന് ഹസദ് ഇലാമാനിൽ തുമ്മിൻ ഖൈരി വ മൻഫഅ, ഖൈറിനാലും മൻഫഅത്തിനാലും നിങ്ങൾ നേടിയ ഒന്നിനെ
ഹസദ് വെച്ചുകൊണ്ട് എന്താക്കും അവർക്ക് അസഹ്യമായി തോന്നും. ഇനി വഇൻ തുസിബുക്കും സയ്യിഅത്തുൻ, ഒരു സയ്യിഅത്താണ് നിങ്ങൾക്ക് ബാധിച്ചത് എന്ന് വെക്കാം. അപ്പം നേരത്തെ തംസസ്കുന്ന പറഞ്ഞത് ഹസനത്തെ കുറച്ച് കിട്ടിയാൽ ഒന്ന് സ്പർശിച്ചിട്ടേ ഉള്ളൂ. തുസിബുക്കും സയ്യിഅത്ത് നിങ്ങളെ ബാധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അന്നേരം എന്താകും, അതാ മസാഅത്തുൻ ബിഇഖ്ഫാഇ ശരീഅത്തില്ലക്കും, നിങ്ങളുടെ ഒരു ശരീഅത്തുണ്ടല്ലോ, ഖസ്വത്ത് ശരീഅത്ത് എന്ന് പറയും. തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് എന്താ യാത്ര ഖസ്വത്ത്, അസഹാബിമാരെ മാത്രം അയക്കുന്നതിന് അവരൊക്കെ എന്താക്കെന്തോ പരാജയം നേരിട്ടു. അപ്പൊ സയ്യത്തയില്ലേ. ആ ഇസാബത്ത് അദുബിൻ മിൻകും, നിങ്ങളിൽ നിന്ന് ശത്രു എന്തോ ഒന്ന് നേടിയെടുത്ത്, അപ്പൊ സയ്യത്തയില്ലേ. യഫ്റഹു ബിഹ, അവർക്ക് ആഘോഷമായിരിക്കും. അവർക്ക് നല്ല പൗസാക്ക് എന്ന് പറയും നമ്മളെ നാട്ടിൽ പറഞ്ഞില്ലേ. അതാ യസ്മിതൂന, അവർ എന്താക്കും ഷമാത്തത്തെ പ്രകടിപ്പിക്കും. അങ്ങനെ തന്നെയാ വേണ്ടത്, അങ്ങനെ ആയിടാന്നുണ്ട്. അതാണ് നമ്മളെ ഇങ്ങോട്ട് പറയാൻ ആഘോഷാക്കൽ. മിൻ ദററിൻ വശിദ്ദത്തിൻ, ദററിനാലും ശിദ്ദത്തിനാലും നിങ്ങൾക്ക് ബാധിച്ചൊന്നുകൊണ്ട് എന്താക്കും ഓർ പൗസാക്കും ആഘോഷമാക്കി മാറ്റും. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന ഹസനത്തിന്റെ അവിടെ മസ്ജിദേ പറഞ്ഞിട്ടുള്ളൂ. സയ്യത്തിന്റെ അവിടെ എന്താക്കി അസാബാന്നാ പറഞ്ഞു. എന്തിനാ? വദിക്റുൽ മസീം അൽ ഹസന, ഹസനത്തിൻ്റെയോടൊപ്പം മസ്ജിദേ പറഞ്ഞുള്ളൂ. വൽ ഇസാബത്തി മഅ സയ്യത്തി, സയ്യത്തിന്റെ അപ്പുറം ഇസാബത്ത് എന്ന് പറഞ്ഞത് ലിൽ ഈദാനി, അത് അറിയിപ്പാണ്. എന്തുകൊണ്ട്? ബി അന്ന മദാറ മസാഅത്തിഹിം, അവർക്ക് ഇസാഅത്ത് ഉണ്ടാകുന്നല്ലോ, അവർ ദുഃഖിതരാക്കുന്ന അതിൻ്റെ മദാറ് അതിനാ മറാത്തിബ് ഇസാബത്തിൽ ഹസന, ഹസനത്തിന്റെ ഏറ്റവും അടിയിലെ പടി വന്നാൽ തന്നെ എന്താക്കും ദേഷ്യം. ഇനി മനാത്ത ഫറഹിഹിം, ഇവരെ യഫ്റഹു ബിഹില്ലേ, ഫറഹിന്റെ ബന്ധം നിൽക്കുന്ന തമാം ഇസാബത്ത് സയ്യത്ത് നിങ്ങൾക്ക് പൂർണ്ണമായി ബാധിക്കുമ്പോഴാണ് ഫറഹുണ്ടാകും. അതിന് കാണിക്കാനാണ് ഇവര് പറയുന്നു വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യളുറുക്കും കൈദുഹും ശൈആ, നിങ്ങൾ തഖ്വ ചെയ്യുന്നവരും സബൂർ ചെയ്യുന്നവരുമാണെങ്കിൽ അവരുടെ ഒരു കൈതും നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. ലൈൻ തസ്ബിറു അലാ അദാവത്തിഹിം ഔ അലാ മശാഖി തകാലിഫ്, ഒന്നുകിൽ അവരുടെ അദാവത്തിൻ്റെ മേൽ സബൂർ, അത് ഖാസായി, സബർ ഖാസായില്ലേ. ഔ അലാ മശാഖി തകാലിഫ്, അല്ലാഹു തആല കൽപ്പിച്ച തക്ലീഫാത്തിന്റെ മശക്കത്ത് എന്ന് പറഞ്ഞാൽ അമ്മായി. അപ്പൊ സബർ എന്തായി? അന്ന് അമ്മ ഒന്ന് ഖാസായി. വതത്തഖൂ എന്ന് പറഞ്ഞാൽ മാ ഹറമല്ലാഹു അലൈക്കും വനഹാക്കും അൻഹു, അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ വർദ്ധിച്ചു നിന്ന്. എന്നാൽ ലാ യളുറുക്കും കൈദുഹും, അവരുടെ ഒരു കൈദും ഒരു ചതിയും നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. മക്റുഹും വഹീലത്തുഹും അല്ലത്തി ദബ്ബറുഹാ ലിഅജലിക്കും, നിങ്ങൾക്ക് വേണ്ടി ഒരു തദ്ബീർ ചെയ്ത് പരിപാടി ഇട്ട് വെച്ചാൽ ഒന്നുകൂടെ ചതിക്കൂല. ഷൈഅൻ എന്നുവെച്ചാൽ ഒന്നും, ലാ യളുറുക്കും ഷൈഅൻ മിനൽ ദറർ. എന്തുകൊണ്ടാണത്? ബിഫദ്ലില്ലാഹി തആല വഹിഫ്ളിഹി, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഫദ്ലും അവന്റെ ഹിഫ്ളും കിട്ടിയിട്ടുണ്ട്. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവർ എന്താണോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അല്ലാഹു തആല മുഹീത്താണ്. മുഹീത്ത് എന്നാൽ ഒരു ഭാഗം ഒഴിയാതെ ഇങ്ങനെ വലയം ചെയ്യലല്ലേ. അപ്പൊ അള്ളാഹിന്റെ ദാത്ത് കൊണ്ട് ഇങ്ങനെ വലയം ചെയ്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞെന്ന അർത്ഥം അതല്ല. ഐ ഇൽമൻ എന്നാണ് കൊടുത്തിട്ടത്. അപ്പൊ മുഹീത്ത് എന്ന് പറയുമ്പോൾ ദാത്ത് കൊണ്ട് ഇങ്ങനെ വലയം ചെയ്തിട്ട് കോമ്പൗണ്ട് കെട്ടിയ മാതിരി ആക്കിയെന്നല്ല അർത്ഥം, ഇൽമ്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമിനെ തൊട്ട് മറഞ്ഞ ഒരു സംഗതിയില്ല. തഅ്വീലാണ് മുഹീത്ത് എന്നുള്ള മുതശാബിഹ് വന്നപ്പോൾ തഅ്വീൽ കൊടുത്തതാണ് ഇൽമൻ. അപ്പൊ ഫയുആഖിബുഹും അലാ ദാലിക്, അതിന് വേണ്ടി അള്ളാഹു ശിക്ഷ കൊടുക്കും. ഇവിടെ എന്താ വേണ്ടത്? ഫയം ബഗീലിൽ മുഅ്മിനി, അതുകൊണ്ട് മുഅ്മിനിന്റെ കടപ്പാട് എന്താണ്? അൻ യുജാനിബ അദാ അല്ലാഹ്, അള്ളാഹുവിന്റെ അദായിനെ അകലുക. വയസ്ബിറ അലാ അദാഹും, അവരെ വെക്കുന്ന അദാക്കേണ്ടതാക്കണം സബൂർ ചെയ്യുക. ഫൈന ഇംതിഹാനുൽ ലഹു, ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ രംഗമാണ് അല്ലേ. വത്തഅനു ലം യതഖല്ലസ് മിൻഹുൽ അംബിയാ വൽ ഔലിയാ, ഈ തഅന് പറയുക, ആക്ഷേപം പറയുക എന്നുള്ളത് അംബിയാക്കളും ഔലിയാക്കളും പോലെ അതിന് ഒഴിഞ്ഞിട്ടില്ല. അപ്പൊ ഫകൈഫ അന്ത യാ റജുൽ, പിന്നെ വ്യക്തിപരമായിട്ട് എന്ത് പറയണം? അപ്പൊ പരിഹാസവും കളിയാക്കലും അതാക്കലും കുത്തുവാക്കും പണ്ടും പണ്ടേ ഉള്ളത് തന്നെയാണ്. എന്താ നിങ്ങൾക്ക് ആദ്യമല്ല, അത് ഇന്നലെ പറഞ്ഞ വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക അല്ലേ. ഒരായത്തില്ലേ, മാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഈ പരിഹാസവും കളിയാക്കലും ഇതൊക്കുന്നുണ്ട് പണ്ടും പണ്ടേ ഉള്ളത് തന്നെയാണ്.
ഇനി വഫീ ഖൗലിഹി തആല ലാ തത്തഖിദു ബിതാനതൻ മിൻ ദൂനിക്കും എന്നല്ല ആദ്യം പറഞ്ഞ നഹി. എന്നിട്ടോ അതിന്റെ കാര്യകാരണങ്ങളാണ് വിശദീകരിച്ചത്. അതിലുണ്ട് ഇശാറത്തുൻ, ഒരു ഇശാറത്തുണ്ട് ഇലാ അന്നൽ ഹാമില ലി അസ്റാറി റജുലി, ഒരു മനുഷ്യന്റെ രഹസ്യങ്ങളെ വഹിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആദ്യം നോക്കണം ഇവൻ അത് കൊള്ളുന്നവനാണോ, ഇവർക്ക് നമ്മളോട് കൂറുള്ളവനാണോ അല്ലയോ എന്നിട്ട് കണ്ണടച്ച് വിശ്വസിച്ചാൽ പറ്റൂല. അപ്പൊ നിങ്ങൾ ചതി വീണാലേ അറിയുള്ളൂ. ഇതെല്ലാം രഹസ്യം ചോർത്തി കൊടുത്ത് ചിലപ്പോൾ താക്കോലും റിക്കാർഡ് എല്ലാം കൊടുക്കും, ബാങ്കിലെ കാർഡ് വരെ കൊടുക്കും, എല്ലാം ചോർത്തി എടുത്തിട്ട് അടിപ്പിട്ടുണ്ടാവും. യംബഗി അൻ യകൂന മിൻ ജിൻസിഹി, ഒന്ന് ജിൻസിൽ പെടണതാണ്. എന്തിൻ്റെ അത്? മിൻ ദൂനിക്കും എന്നല്ല അപ്പുറം പറഞ്ഞ ജിൻസിൽ പെടണം. രണ്ട് മുഅ്തമനൻ, അമീനായിരിക്കണം. എന്തുകൊണ്ട് വറുബ്ബമാ യുഫ്സിർ റജുലു സിർറഹു, ഒരു മനുഷ്യൻ അവന്റെ രഹസ്യം എന്താക്കും? പരസ്യപ്പെടുത്തി പറയും. ആരോട്? ഇലാമല്ലും യുജദ്ദിബുഹു, അവന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതെല്ലാം ചോർത്തി കൊടുത്തു. എന്തോ യഫ്തദിഹിൻദന്നാസ്, ജനങ്ങളുടെ ഇടയ്ക്കിൽ എന്താക്കി ആകെ ഫളീഹത്തായിട്ടുണ്ട്. മാറ്റവും പോയിട്ട് അല്ലെങ്കിൽ എത്തിച്ച്. ഇന്നൽ റിജാല സനാദീഖും മുഖഫലതുൻ വമാ മഫാത്തിഹുഹാ ഇല്ല തജാരീബു. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത്, റിജാൽ എന്ന് പറഞ്ഞത് പൂട്ടിവെക്കപ്പെട്ട പെട്ടി പോലെയാണ്. തശ്ബീഹും ബലീഗ. പൂട്ടിവെക്കപ്പെട്ട പെട്ടി എന്താക്കൂല? തിരിയൂല. ഇതിലെന്താ ഉള്ളത്? അതിന് താക്കോൽ കിട്ടുമ്പോൾ തർക്കരി. താക്കോൽ എന്താണ്? ഇവന് മാറ്റി പരിചയപ്പെട്ടിട്ട് ഇവൻ ആരാണ്, ഏത് തരക്കാരനാണ്, ഇവന്റെ സ്വഭാവം എന്താണെന്ന് എന്താക്കാൻ അനുഭവിച്ചറിയണം. എന്നാൽ എന്താക്കൂ? ആ പെട്ടിലുള്ള സാധനം അറിയുള്ളൂ. ആ താക്കോൽ ഉപയോഗിക്കണം. അതിനാണ് ഫലാ തഖ്തല്ല ബിദാഹിരി ഇൻസാനിൻ, ഒരു മനുഷ്യന്റെ ലാഹിരി കണ്ടിട്ട് നീ ചതിക്കപ്പെട്ടു പോണ്ട. ഹത്താ തഅരിഫ സരീറതഹു, അവന്റെ രഹസ്യ സ്വഭാവം എന്താണെന്ന് അറിയണം. എന്നിട്ട് എന്താക്കുമ്പോൾ എല്ലാം ഉള്ളു തുറക്കാൻ പാടുള്ളൂ. قال الإمام الغزالي رضي الله عنه وارضاه أن പറയുന്നു ولا تعبل على مودة من لم تختبره, നീ പരീക്ഷിച്ചറിഞ്ഞിട്ട് ആളെ അല്ലാതെ കണ്ട് നിന്റെ സ്നേഹത്തിൽ നീ എന്താക്കാൻ പാടില്ല? ആസ്പദമാക്കാൻ പാടില്ല. ഹബീബക ഹൗനമ്മ അല്ലേ, അസാഞ്ഞക്കുന ബഗീലക യൗമമ്മ, ഒരു ഹദീസല്ലേ. പിന്നെന്താണ്? അബിഅദ് ബഗീലക ഹൗനമ്മ വഅസാഞ്ഞകുന ഹബീബക യൗമമ്മ. ഒരു സ്നേഹിതനെ നീ എന്താക്കണം? സാവകാശം സ്നേഹിച്ചു കൊണ്ടുപോകണം. എന്തുകൊണ്ട്? ഏതൊരവസരത്തിലാണ് അവ തെറ്റിയിട്ട് നിങ്ങളെ ശത്രുവാണെന്ന് അറിയില്ല. തിരിച്ചുണ്ട്. ഒരാളുടെ വെറുപ്പ് വെക്കുമ്പോൾ വെറുപ്പ് എന്നാകാൻ പാടില്ല. പടിപടിയായിട്ട് വെറുക്കുക. എപ്പോഴാണ് വനപ്പാന്ന് നിന്റെ സുഹൃത്തായി നിന്റെ സഹായിയായി മാറുക എന്ന് പറയാൻ കഴിയില്ല. തന്നെ പറയുന്നത് ആ ഇഖ്തിബാറെങ്ങനെ? ബിഅൻ തസ്ഹബഹു മുദ്ദത്തൻ, കുറച്ചു കാലം കൂടെ താമസിക്കുക. ഫീദാരിൻ ഔ മോദിൻ, ഒരു സ്ഥലത്ത്. എന്നാൽ അതിൽ കൂടെ എന്താക്കുക? കുറേ കാര്യം മനസ്സിലാക്കാം. ആ തുസാഫിറ മാഹു, അല്ലെങ്കിൽ അവനെ കൂടെ സഫർ പോവുക. അന്നേരം എന്താക്കരുത്? സഫർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഉള്ളു തെളിയിക്കുന്ന സാധനം എന്നാണ്. സഫർ എന്ന് പേര് വന്ന ഒറ്റൻ്റെ ഉള്ളിലുള്ള എന്താണോ. അപ്പൊ സഫറിൽ ഇവൻ നല്ല ആളാണെങ്കിൽ എപ്പോൾ നല്ല നീക്കും. അല്ലെങ്കിൽ എന്താക്കോ? സഫറിലാക്കി ചിലപ്പം കലമ്പ് കൂടല്, ചിലപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളുണ്ടാവും, പിന്നെ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കലമ്പുന്ന ആളുണ്ടാവും. ഇങ്ങനെ പലതും പോലത്തില്ല സഫറിലുണ്ടായില്ലേ. അത് പറയട്ടെ. ദീനാർ ദിർഹമിൽ എന്തെങ്കിലും ഇടപാട് നടത്തി നോക്കുക, സത്യസന്ധത തിരിയട്ടെ. അല്ലെങ്കിൽ നീ എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടപ്പോൾ അവനിലേക്ക് നീ ആവശ്യമായപ്പോൾ എന്തായി വല്ല സഹായം ചെയ്തിട്ടുണ്ടോ നോക്കുക. ഈ കാര്യങ്ങളിലെല്ലാം നിനക്ക് തൃപ്തികരമാണെങ്കിൽ അവൻ നീ ആ ഉപ്പയാക്കി വെച്ചോ. എപ്പോഴേ? ഇൻകാന കബീർ, അയാൾ പ്രായമുള്ള ആളാണെങ്കിൽ ഉപ്പാന്ന് വിളിച്ചോ. അല്ലെങ്കിലോ ആ ഈബിനെൻ്റെ മോന് എന്ന് വിളിച്ചോ. ഇൻകാന സഹീറൻ, പ്രായം കുറഞ്ഞവനാണെങ്കിൽ. അതാണ് 5 കാര്യം പറഞ്ഞേ. തസ്ഹബഹു, തുസാഫിറ, തുആമില, തകാഫി സിദ്ദത്തി. 4 കാര്യമല്ലേ പറഞ്ഞു. ഇത് ജുലൂസാണ് മനസ്സിലാക്കല.
അതാ ആ അഹൻ ഇൻകാന മിസ്ലല്ലക്ക, നിനക്ക് തുല്യമായാണ് അഹ് എന്ന് വെച്ചോ. ഫൈദാ ബലഗക മിനൽ ഇഖ്വാനി ഗീബത്തുൻ, ഇഖ്വാനികളെ വക്കുന്ന വല്ല ഗീബത്തും വന്ന് ഔ റഅയ്ത മിൻഹും ശർറൻ, അല്ല ഷർറ് കണ്ടാല് ഔ അസാബക മിൻഹും മാ യസൂക, നിന്നെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യം നിനക്ക് ബാധിച്ചാല് ഫകിൽ അംറഹും ഇലല്ലാഹ്, അള്ളാഹിലേക്ക് കാര്യം കണ്ട് വിട്ടോ. നീ പ്രതികാരം എടുക്കാൻ നിന്നാൽ ഇതേ പണിയുണ്ടാവുള്ളൂ. ഗീബത്ത് പറഞ്ഞപ്പോൾ ഗീബത്തിന് ഗീബത്ത്, അതിനാണെങ്കിൽ അതിന് പകരം ഇത്. വലാ തസ്തഗിൽ നഫ്സക ബിൽ മുകാഫഅതി, പ്രതികാരം എടുക്കലുകൊണ്ട് നേരം കളയണ്ട. ഫയസീറുൽ ദററു വയളീഉൽ ഉംറു ലിശുഗ്ലിഹി, അതിൻ്റെ ആവശ്യത്തിന് എന്താക്കി ഉംറ പാഴാക്കുകയും ദറർ വർദ്ധിക്കുകയും ചെയ്യും. ഇസ്ബിർ അലാ മളദിൽ ഹസൂദി ഫഇന്ന സബ്റക ഖാതിലു ഫന്നാറു തഅകുലു നഫ്സഹ ഇല്ലം തജിദ് മാ തഅകുലു. അതൊരു പാട്ടാണ്. ഇസ്ബിർ, നീ സബൂർ ചെയ്യണം. അലാ മളദിൽ ഹസൂദി, ദാലിപ്പുറത്തേക്കുള്ളത്. അലാ മളദിൽ ഹസൂദി, ഹസൂദിൻ്റെ ഉപദ്രവത്തിൻ്റെ മേൽ നീ ക്ഷമിച്ചോ. മളദ് എന്ന് പറഞ്ഞാൽ ഉപദ്രവം. ഹസൂദ് അല അസൂയക്കാരൻ, അസൂയക്കാരൻ്റെ ഉപദ്രവത്തിന് ക്ഷമിച്ചോ. അതുകൊണ്ട് ഫഇന്ന സബ്റക ഖാതിലുഹു, നിന്റെ ക്ഷമ എന്നുള്ളത് അവനെ കൊല്ലുന്ന സാധനമാണ്. ഫന്നാർ, അതിന് ഉദാഹരണം ഫന്നാറ് തഅകുലു നഫ്സഹ, നാറെന്താക്കും, അത് അതിനെ തന്നെ തിന്നും. എപ്പോഴ് വേറെ കിട്ടിയിട്ടില്ലെങ്കിൽ. ഇല്ലം തജിദ് മാ തഅകുലുഹു, ആ തീക്ക് തിന്നാൻ പറ്റുന്ന വേറെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താക്കും, തീനെ തന്നെ തിന്നും. എന്നതുപോലെ എന്താക്കും, ഹാസിദിനെ ഓൻ്റെ ഹസദ് തന്നെ വന്നോളും. ഖാല ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തസ്ഹബ് മഅല്ലാഹി, അള്ളാഹിനോടൊപ്പം സുഹബത്ത് വേണ്ട, ഇല്ലാ ബിൽ മുവാഫഖത്തി, അള്ളാഹിൻ്റെ അംറിലും നഹിയിലും യോജിച്ചുകൊണ്ടല്ലാതെ. എന്നുവെച്ചാലോ, കേൾപ്പിക്കപ്പെട്ട കാര്യം ചെയ്യലും വിരോധിച്ച കാര്യം ഒഴിവാക്കലാണ് മുവാഫഖത്ത്. അങ്ങനെയാണ് അള്ളാഹിനോടുള്ള സുഹബത്ത്. വലാ മഅൽ ഖൽഖി, പടപ്പുകളോടുള്ള സുഹബത്ത് വേണ്ട, ഇല്ലാ ബിൽ മുനാസഹത്തി, നുസ്ഹ കൊണ്ടല്ലാണ്ട്. വലാ മഅൻ നഫ്സി, നഫ്സിനോടുള്ള സുഹബത്ത് വേണ്ട, ഇല്ലാ ബിൽ മുഖാലഫത്തി, നഫ്സ് എന്താ പറയുന്നത് അതിന് എതിരുകാട്ടലുകൊണ്ടല്ലാതെ. വലാ മഅശ് ശൈത്വാനി, ശൈത്താനോടൊപ്പമുള്ള സുഹബത്തില്ല, ഇല്ലാ ബിൽ അദാബത്തി, ശത്രുത കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഫൽ യുസ്ഇലാ തഹസീലി ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖ് കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കട്ടെ. വതൗതീനുൻ നഫ്സി അല സബ്രി അലൽ മകാരിഹ്, രണ്ട് അലണ്ടാണ്. തൗതീനുൻ നഫ്സിൻ്റെ താലൂക്കാണ് അലസ്സബിരി, സബറിൻ്റെ താലൂക്കാണ് അലൽ മകാരിഹ്. അപ്പോൾ മക്കാരിഹിൻ്റെ മേൽ ക്ഷമിക്കുന്നതിൻ്റെ മേലെ നഫ്സിന് എന്താക്കണം, നല്ലോണം അടിച്ചേൽപ്പിക്കുക, കളമരിക്കി വെക്കുക, പത്തനാക്കുക. എന്നിട്ട് ഹത്താ യഫൂസ മഅൽ ഫായിസീൻ, എന്നാലേ വിജയിച്ചവരോടൊപ്പം വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതവിടെ തീർന്ന് ഇനി പുതിയൊരു വിഷയമാണിത്, ഉഹദ് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ. എന്നിട്ട് അവിടെ സംഭവിച്ച ചില കുറച്ച് അനിഷ്ടകാലം സംഭവിച്ചല്ലോ.